ഹായ് മക്കളെ, വെൽക്കം ടു വിന്നേഴ്സ്. അപ്പോൾ നിങ്ങളെല്ലാവരും 8ാം ക്ലാസ്സിൽ നിന്ന് 9ാം ക്ലാസ്സിലേക്കൊക്കെ എത്തിയല്ലേടാ. അപ്പോൾ സാറ് ജസ്റ്റ് ആദ്യം സാറിനെ ജസ്റ്റ് പരിചയപ്പെടുത്താം. സാറിൻ്റെ പേര് ആദർശ് SP എന്നാണ്. നിങ്ങൾക്ക് കെമിസ്ട്രി എടുക്കുന്ന ഒരു അധ്യാപകനാണ്. അപ്പോൾ എല്ലാവരും 8ൽ നിന്ന് 9ലേക്കൊക്കെ എത്തി. ഇപ്പോൾ കെമിസ്ട്രി സബ്ജക്റ്റിനെ കുറിച്ച് പേടിയൊക്കെ ഉള്ളവർ കുറച്ചുപേരൊക്കെ ഇവിടെ ഉണ്ടാവും. ഓക്കെ, ആരും തന്നെ എന്ത് ചെയ്യണ്ട, പേടിക്കണ്ട. കെമിസ്ട്രി എന്ന സബ്ജക്റ്റിനെ കുറിച്ച് ഒരു പേടിയും വേണ്ട. നമുക്ക് എന്ത് ചെയ്യാം, ഈ വർഷം സാറിൻ്റെ ഒപ്പം കൂടെ നിൽക്കുക. നമുക്ക് എന്ത് ചെയ്യണം, സെറ്റായിട്ട് ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യാം, പഠിച്ചെടുക്കാം. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർഷമാണ് മക്കളെ. അതിന് അടുത്ത വർഷം നിങ്ങൾ വീണ്ടും വരുമ്പോഴത്തേക്ക് എന്താണ്, SSLC ആണല്ലേ. അപ്പോൾ ഈ വർഷം പഠിക്കാത്തവർ, ഇതുവരെയും പഠിച്ചു തുടങ്ങാത്തവരുണ്ടോ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക മക്കളെ. ഈ വർഷം എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഈ വർഷം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മാറുന്നതായിരിക്കും. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ നമുക്ക് തുടങ്ങാടാ. ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് സ്ട്രക്ചർ ഓഫ് ആറ്റം, ആറ്റത്തിന്റെ ഘടന എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമുക്ക് ഫസ്റ്റ് പഠിക്കാനായിട്ടുള്ളത്. സാർ ജസ്റ്റ് ഈ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളൊരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് തരാം. എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, ഇത്രയും പഠിച്ചു കഴിയുമ്പോൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. ഫസ്റ്റ് മോളിക്യൂൾ എന്താണ്, തന്മാത്ര എന്താണ്, അത് കഴിഞ്ഞിട്ട് ആറ്റം എന്താണെന്ന് നമുക്ക് പഠിക്കാനായിട്ടുണ്ട് ഈ ചാപ്റ്ററിൽ. അതിനുശേഷം ഇലക്ട്രോണിന്റെ ഡിസ്കവറിയും പ്രോട്ടോണിന്റെ ഡിസ്കവറിയും നമ്മൾ പഠിക്കും. അത് കഴിഞ്ഞിട്ട് ആറ്റം മോഡൽസ് നമ്മൾ പഠിക്കും. ഒരു 3 ആറ്റം മോഡൽസ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. പിന്നെ അറ്റോമിക് നമ്പർ, മാസ് നമ്പർ എന്താണെന്ന് നമ്മൾ പഠിക്കും. പിന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം ഐസോടോപ്പ്, ഐസോബാർ, ഐസോട്ടോൺ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഈ ചാപ്റ്റർ അവസാനിക്കും. ഒരു അല്പ ലെന്തി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഈ ചാപ്റ്റർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സാറിൻ്റെ ഒപ്പം നിങ്ങൾ നിൽക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ഭംഗിയായിട്ട് ഈ ചാപ്റ്റർ പഠിച്ചെടുക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് അറിയേണ്ടത് മോളിക്യൂൾസ് അല്ലെങ്കിൽ തന്മാത്ര എന്താണ് എന്ന് നമുക്ക് അറിയണം. സാർ ഒരു എക്സാമ്പിളിലൂടെ ഇത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം നിങ്ങൾക്ക്. എടാ സാർ ഇവിടെ എന്ത് ചെയ്യാണ്, ഒരു ബോട്ടിൽ ഷുഗർ എടുക്കുകയാണ്. ആ ഷുഗർ, അതായത് ഒരുപാട് ഷുഗർ ഇതിനകത്തുണ്ടല്ലേടാ. അപ്പോൾ അതിൽ നിന്ന് സാർ എന്ത് ചെയ്യാണ്, ഒരു ക്രിസ്റ്റലിനെ മാത്രം സെപ്പറേറ്റ് ചെയ്ത് എടുക്കുകയാണ്. ഒരു ക്രിസ്റ്റലിനെ മാത്രം എടുക്കുകയാണ്. അപ്പോൾ സാർ നിങ്ങളടുത്ത് ചോദിക്കുകയാണ്, ഈ എടുത്ത ഷുഗർ ക്രിസ്റ്റലിന് ഈ പറയുന്ന ഷുഗറിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ടായിരിക്കൂലേ മക്കളെ? അപ്പോൾ ഈ എടുത്ത ക്രിസ്റ്റലിന് എന്തായിരിക്കും, സാർ എടുത്ത ക്രിസ്റ്റലിന് ഈ ബോട്ടിലിരിക്കുന്ന ഷുഗറിന്റെ എല്ലാ പ്രോപ്പർട്ടീസും തന്നെ ഈ എടുത്തിരിക്കുന്ന ഷുഗർ ക്രിസ്റ്റലിന് എന്ത് ഉണ്ടായിരിക്കും? അപ്പോൾ ഒരു ക്രിസ്റ്റൽ മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ ആ ക്രിസ്റ്റലിന് എന്തുണ്ട്, ഈ പറയുന്ന ഷുഗറിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ട്. അവനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, തന്മാത്ര എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന ക്രിസ്റ്റലിനെ വീണ്ടും ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അവിടെ എന്ത് ലഭിക്കില്ലടാ, ഈ പറയുന്ന ഷുഗറിന്റെ പ്രോപ്പർട്ടീസ് ചിലപ്പോൾ അവിടെ ലഭിക്കില്ല. അതിനെയാണ് നമ്മൾ ആറ്റം എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. തന്മാത്ര എന്ന് പറയുന്ന മോളിക്യൂൾസ് ആർ ദി പാർട്ടിക്കിൾസ് which show all the properties of the substance and have a free existence. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളുള്ളതും സ്വതന്ത്ര അവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയുന്നതുമായ ഏറ്റവും ചെറിയ കണികയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, തന്മാത്ര എന്ന് പറയുന്നത്. അതായത് നമ്മൾ എടുക്കുന്ന ആ പാർട്ടിക്കിളിന് ഈ പറയുന്ന പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ എന്തുണ്ടായിരിക്കും, അത് കാണിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഒരു പദാർത്ഥം എടുക്കുകയാണ്, ആ പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നമ്മൾ എടുക്കുന്ന ആ ചെറിയ പദാർത്ഥത്തിന് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള പദാർത്ഥത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അവൻ എന്തായിരിക്കും, അവന് ഫ്രീ സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യാനും കഴിയുന്നുണ്ടായിരിക്കും, സ്വതന്ത്ര അവസ്ഥയിൽ നിൽക്കാൻ കഴിയുന്നതുമായ പദാർത്ഥത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മോളിക്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ മോളിക്യൂളിനെ വീണ്ടും ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആരെ കിട്ടും, വീണ്ടും നമ്മൾ അതിനെ ചെറുതാക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് എന്ന് പറയുന്നത് നമ്മൾ ആറ്റം എന്ന് പറയുന്നത്. അതിന് ഈ ആറ്റത്തിന് ഈ പറയുന്ന എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ടായിരിക്കണമെന്നില്ല. ആറ്റത്തിന് എന്ത് ഉണ്ടായിരിക്കില്ല, ഈ പറയുന്ന എല്ലാ പ്രോപ്പർട്ടീസും എന്ത് ഉണ്ടായിരിക്കണമെന്നില്ല. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട, മോളിക്യൂൾസ് എന്ന് പറയുന്നത് പാർട്ടിക്കിൾസ് വിച്ച് ഷോ ഓൾ ദി പ്രോപ്പർട്ടീസ്, എല്ലാ പ്രോപ്പർട്ടീസും കാണിക്കുന്ന ഏറ്റവും ചെറിയ പദാർത്ഥത്തെയാണ് മോളിക്യൂൾ എന്ന് പറയുന്നത്. നമുക്കൊരു ചെറിയൊരു ടേബിൾ ഒന്ന് നോക്കാം. നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ടേബിൾ ആണ്. ഷുഗർ എടുക്കുകയാണ്. ഷുഗറിൽ എന്തൊക്കെ എലമെന്റ്സ് ആണ് അടങ്ങിയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ആരൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്, മൂലകങ്ങൾ, ഏതൊക്കെ മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട്? കാർബൺ ഉണ്ട്, ഹൈഡ്രജനും ഓക്സിജനും കൂടെ ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്, ഷുഗർ എന്ന് പറയുന്നത്. കാർബണിന്റെ എണ്ണം നോക്കിയടാ, 12 കാർബണും 22 ഹൈഡ്രജനും 11 ഓക്സിജനുമാണ് ഈ പറയുന്ന ഷുഗറിനകത്തുള്ളത്. അടുത്ത് നോക്കിയാൽ ഗ്ലൂക്കോസിനും ആരൊക്കെ തന്നെയാണ് അടങ്ങിയിരിക്കുന്നത്, ഈ പറയുന്ന കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ തന്നെയാണ് ഈ പറയുന്ന ഗ്ലൂക്കോസിലും അടങ്ങിയിരിക്കുന്നത്. ഇവിടെ കാർബണിന്റെ എണ്ണം നോക്കിയാൽ 6 എണ്ണമേ ഉള്ളൂ. ഹൈഡ്രജൻ 12 ആണ്, ഓക്സിജൻ എത്രയാണ്, 6 ആണ്. അടുത്ത് നോക്കിയാൽ വാട്ടർ എടുക്കുകയാണ്, വാട്ടർ മോളിക്യൂൾ എടുക്കുകയാണ്, സബ്സ്റ്റൻസ് ആയിട്ട് വാട്ടർ സാർ എടുക്കുകയാണ്.
വാട്ടർ. ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാണ് എന്തുണ്ടായിരിക്കുന്നത്? വാട്ടർ ഉണ്ടായിരിക്കുന്നത്. 2 ഹൈഡ്രജനും 1 ഓക്സിജനും. അപ്പൊ അവരുടെ റേഷ്യോ നമുക്ക് നോക്കിയാൽ അറിയാം അല്ലേ? 12 22 11 12:22:11. അതുപോലെ തന്നെ C6H 12O6 1:2:1 എന്ന് കിട്ടും നമുക്ക്. H2O നോക്കിയടാ 2:2 ഹൈഡ്രജനും 1 ഓക്സിജൻ. അപ്പൊ 2:1 എന്ന റേഷ്യോ നമുക്ക് കിട്ടും. അതായത് നമ്മൾ ഈ പറഞ്ഞതിന്റെ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കണം. ഹൗ ഡു മോളിക്യൂൾസ് ഡിഫർ ഓഫ് ഡിഫറെന്റ് സബ്സ്റ്റൻസസ് ഡിഫർ? വിവിധ പദാർത്ഥങ്ങളിലെ തന്മാത്രകൾ എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. എടാ, വിവിധ പദാർത്ഥങ്ങൾ, അതായത് വിവിധ പദാർത്ഥങ്ങളിലെ തന്മാത്രകൾ. ഇപ്പൊ സാർ എക്സാമ്പിൾ ആയിട്ട് ആദ്യം വാട്ടർ എടുത്തു. വാട്ടറിൽ ആരൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? 2 ഹൈഡ്രജനും 1 ഓക്സിജനുമാണ് വാട്ടറിൽ അടങ്ങിയിട്ടുള്ളത്. അടുത്ത് നോക്കിക്കട, കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തു. അവിടെ 1 കാർബണും 2 ഓക്സിജനുമാണ് ഇവിടെ അടങ്ങിയിട്ടുള്ളത്. അപ്പൊ നോക്കിക്കടാ, ഈ ഒരു പദാർത്ഥം എടുത്ത സമയത്ത് 2 വ്യത്യസ്ത പദാർത്ഥങ്ങളാണ് എടുത്തത്. ആ വ്യത്യസ്ത പദാർത്ഥങ്ങളിലെ കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ് എന്താണ്? വ്യത്യസ്തമാണ്. ദ കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ് ഓഫ് ദ മോളിക്യൂൾ, തന്മാത്രയിലെ അടങ്ങിയ ഘടകമൂലങ്ങളുടെ ഇനത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കും. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഘടകമൂലങ്ങൾ വ്യത്യാസമില്ലടാ. വാട്ടറിലാവുമ്പോഴത്തേക്ക് 2 ഹൈഡ്രജനും 1 ഓക്സിജനും, കാർബൺ ഡൈ ഓക്സൈഡിലാവുമ്പോഴത്തേക്ക് 1 കാർബണും 2 ഓക്സിജനും. ഇവിടെ ഘടകമൂലകങ്ങൾ എന്താണ്? വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. ഓക്കെ അല്ലേ? ഡിഫറെന്റ് ആയിരിക്കും. ഇതാണ് ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ഒരു വ്യത്യാസം കൂടെ പഠിക്കണം നമുക്ക്. റേഷ്യോ നമ്മൾ നേരത്തെ കണ്ടല്ലേടാ, ഗ്ലൂക്കോസ് എടുത്തപ്പോഴും വാട്ടർ എടുത്തപ്പോഴും അവരുടെ ഘടകമൂലങ്ങളുടെ റേഷ്യോ എന്തായിരുന്നു? വ്യത്യാസമായിരുന്നു അല്ലെ? അപ്പൊ ഘടകമൂലക ആറ്റങ്ങളുടെ എണ്ണത്തിൽ അനുപാതം വ്യത്യസ്ത പദാർത്ഥത്തിൽ വ്യത്യസ്തമായിരിക്കും. അതായത് ഓരോ പദാർത്ഥം മാറുന്നതനുസരിച്ച് അവിടെ എന്തായിരിക്കും? പറയുന്ന റേഷ്യോ വ്യത്യാസമായിരിക്കും. നമ്മൾ നേരത്തെ കണ്ടതാണ് ആ റേഷ്യോ വ്യത്യാസപ്പെടുന്നതൊക്കെ നമ്മൾ കണ്ടല്ലേ. ഇവിടെ നോക്കിക്കടാ, ഇവിടെ ആദ്യത്തെ നമ്മുടെ ഫസ്റ്റത്തെ ആളാരാണ്? ഷുഗറിൽ എടുത്തപ്പോഴത്തേക്ക് റേഷ്യോ എത്രയാ വന്നേ? 12:22:11 വന്നു. വാട്ടർ എടുത്തപ്പോഴത്തേക്ക് എത്രയാ വന്നേ? 2:1 ആണ് റേഷ്യോ വന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു കാര്യം എന്താണ്? ഈ പറയുന്ന ഘടകമൂലകങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഡിഫറെന്റ് പദാർത്ഥങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് ഘടകമൂലകങ്ങൾ എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും എന്ന് പറഞ്ഞു. അതോടൊപ്പം മറ്റൊരു പ്രത്യേകത എന്താണ് നമ്മൾ പറഞ്ഞത്? ഇവരുടെ റേഷ്യോയും എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ സെറ്റ് അല്ലേടാ? ഓക്കെ, അടുത്തതിലോട്ട് നമുക്ക് പോവാം. There are particles which are smaller than atom. സാറ് പറഞ്ഞല്ലേ, ആദ്യം സാറ് പറഞ്ഞു എന്താണ് മോളിക്യൂൾ എന്ന് പറഞ്ഞു. അതായത് ഒരു പദാർത്ഥം എടുക്കുന്ന സമയത്ത്, ഇപ്പൊ സാറിനെ എടുക്കുന്ന സമയത്ത് സാറിന്റെ സെയിം പ്രോപ്പർട്ടി കാണിക്കുന്ന ഏറ്റവും ചെറിയ പദാർത്ഥത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മോളിക്യൂൾ എന്ന് പറയുന്നത്. ആ പദാർത്ഥത്തെ വീണ്ടും ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? ആറ്റമാണ്. അപ്പോ ഈ പറയുന്ന ആറ്റത്തിനെക്കാട്ടിലും എന്താണ്? there are particles which are smaller than atom. ആറ്റത്തെക്കാട്ടിലും ചെറിയ പദാർത്ഥങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് ആ പദാർത്ഥങ്ങൾ? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ഈ പറയുന്ന ഇലക്ട്രോൺ എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോൺ എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ആണ്. പ്രോട്ടോൺ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ആണ്. ന്യൂട്രോൺ എന്ന് പറയുന്നത് ചാർജ് ലെസ്സുമാണ്. ഇവരെ നമ്മൾ എന്തെന്ന് വിളിക്കും? സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. ഇവയെ നമ്മൾ സബ് അറ്റോമിക കണങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞത് നമ്മൾ ആറ്റത്തിലെ ഘടകമൂലങ്ങൾ, ആറ്റത്തിലെ പിന്നെ ആരൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്? ഇലക്ട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. ഇവരെ നമ്മൾ ചേർത്ത് വിളിക്കുന്നതാണ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് വിളിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ സെറ്റല്ലേ? അപ്പൊ നമ്മൾ ആദ്യത്തെ പറഞ്ഞ സെക്ഷനിലുള്ള 2 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. മോളിക്യൂൾസ് എന്താണ്, ആറ്റം എന്താണ്, ആറ്റത്തിനകത്തുള്ള ആൾക്കാർ ആരൊക്കെയാണ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഇവരുടെ ഡിസ്കവറിയാണ്. ഈ പറയുന്ന ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും ഡിസ്കവറിയാണ് നമുക്ക് പഠിക്കാനാണ്. അവരെങ്ങനെ കണ്ടുപിടിച്ചു, ശാസ്ത്രജ്ഞന്മാർ എങ്ങനെ കണ്ടുപിടിച്ചു എന്നൊക്കെ ഉള്ള രീതിയാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. അതിന് മുന്നേ ആയിട്ട് സാർ എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും കണ്ടുപിടിച്ച ആൾക്കാരെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. നമ്മുടെ ഇലക്ട്രോൺ കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? ഇലക്ട്രോൺ കണ്ടുപിടിച്ച വ്യക്തി JJ തോംസൺ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ത് കണ്ടുപിടിച്ചത്? ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. അപ്പൊ ഇലക്ട്രോൺ കണ്ടുപിടിച്ച ആള് ആരാണ്? JJ തോംസൺ ആണ്. നമ്മൾ പിന്നീട് അങ്ങോട്ട് പഠിക്കും. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? പിന്നീട് അങ്ങോട്ട് പഠിക്കും. അപ്പോ JJ തോംസൺ ആണ് ആര്? ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. പ്രോട്ടോൺ കണ്ടുപിടിച്ച വ്യക്തി ആരാണ് മക്കളെ? പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് എന്ത് കണ്ടുപിടിച്ചത്? പ്രോട്ടോൺ കണ്ടുപിടിച്ചത്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ചാഡ്വിക് ആണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ചാഡ്വിക് ആണ്. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ചെറിയൊരു കോഡൊക്കെ പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം എന്താണ് പെൻ RTC എന്ന് പഠിക്കുക. എന്താണ് പെൻ RTC എന്ന് പഠിക്കുക. ഇവിടെ നോക്കിക്കേ, പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ്? റൂദർഫോർഡ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്?
തോംസൺ, ജെ തോംസൺ. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ചാഡ്വിക്ക്. ചാഡ്വിക്കിൽ നിന്ന് നമുക്ക് കിട്ടും അല്ലേ? ഇതൊക്കെ പഴയ കോഡാണ്. അപ്പോൾ ഇത് തന്നെ നമുക്ക് ഫോളോ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, വേറെ പുതിയ കോഡുകളൊക്കെ കണ്ടുപിടിച്ച് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പഠിക്കുക. അപ്പോൾ ഈ പെൻ RTC കാണുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ആരാണ്? പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡ് ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് തോംസൺ ആണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ചാഡ്വിക്ക് ആണ്. ജെയിംസ് ചാഡ്വിക്ക് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇതിൽ ആദ്യത്തെ പഠിക്കാനായിട്ടുള്ളത് ഇലക്ട്രോൺ കണ്ടുപിടിച്ചതിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ആ ഇലക്ട്രോൺ കണ്ടുപിടിച്ചതിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അവിടെ പഠിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെന്റ്. ഈ പറയുന്ന ഡിസ്ചാർജ് ട്യൂബ് കണ്ടെത്തിയ വ്യക്തിയാണ് ആര്? വില്യം ക്രൂക്സ് എന്ന് പറയുന്ന വ്യക്തി. അപ്പോ ഇവിടെ സാർ എന്ന് പറയാം, ഇവിടെ നോക്കിക്കോ മക്കളെ, ഈ ഫിഗറിലേക്ക് ഒന്ന് നോക്കിക്കടാ, ഫിഗറിലേക്ക് ഒന്ന് നോക്കിക്കേ. ഈ ഫിഗറിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്? ഒരു ട്യൂബ് കാണാൻ പറ്റുന്നുണ്ട് അല്ലേടാ, ഒരു ട്യൂബ് കാണാൻ പറ്റുന്നുണ്ട്, ഒരു ഗ്ലാസ് ട്യൂബ് കാണാൻ പറ്റുന്നുണ്ട്. ആ ഗ്ലാസ് ട്യൂബ് അതിനെയാണ് നമ്മൾ ഡിസ്ചാർജ് ട്യൂബ് എന്ന് പറയുന്നത്. അടുത്ത് നോക്കിയടാ, രണ്ട് എൻഡിലും എന്ത് വെച്ചിട്ടുണ്ടടാ? രണ്ട് എൻഡിലും എന്ത് വെച്ചിട്ടുണ്ട്? ഒരു മെറ്റൽ പ്ലേറ്റുകൾ വെച്ചിട്ടുണ്ട്. ഒന്ന് കാഥോഡായിട്ടും ഒന്ന് ആനോഡായിട്ടും വെച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ ആരുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്? ബാറ്ററിയുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? ഇവിടെ എന്തുണ്ടടാ? ഒരു വാക്വം പമ്പും കൂടെ ഉണ്ട് അല്ലേ? ഇവിടെ ഒരു വാക്വം പമ്പും കൂടെ ഉണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? ഈ ഫിഗർ ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? എടാ, ഇതിലോട്ട് ഇലക്ട്രിസിറ്റി കൊടുക്കുന്ന സമയത്ത് നമ്മൾ കുറഞ്ഞ മർദ്ദത്തിലുള്ള വായുവിനെ ഇതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? ഫില്ല് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ സാർ ഒന്നുകൂടെ പറയാം, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഡിസ്ചാർജ് ട്യൂബ് എടുക്കുന്നുണ്ട്. ഈ ഡിസ്ചാർജ് ട്യൂബിന്റെ രണ്ട് എൻഡിലും എന്തുണ്ടായിരിക്കും? മെറ്റൽ പ്ലേറ്റുകൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതിൽ ഒരാൾ എന്താ കാഥോഡായിട്ടും ഒരാൾ എന്താണ് ആനോഡായിട്ടും ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. നമ്മൾ അതായത് ഈ പറയുന്ന ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യുന്നത് കാഥോഡായിട്ടും പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യുന്നത് ആനോഡായിട്ടും ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിനകത്തേക്ക് എന്ത് ചെയ്യാണ്? കുറഞ്ഞ മർദ്ദത്തിലുള്ള വായുവും എന്ത് ചെയ്തിട്ടുണ്ട്? നിറച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പറയുന്നതിലോട്ട് ഉയർന്ന വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് ഈ പറയുന്ന ശാസ്ത്രജ്ഞൻ എന്ത് കാര്യം കണ്ടു? ഈ പറയുന്ന കാഥോഡിൽ നിന്ന് കുറച്ച് റേസ് ഇങ്ങോട്ടേക്ക് പോകുന്നതായിട്ട് ആനോഡിലേക്ക് പോകുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു. അതായത് ഈ പറയുന്ന കാഥോഡിൽ നിന്ന് എങ്ങോട്ട് പോകുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു? ആനോഡിലോട്ട് പോകുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിച്ചു. ഓക്കെ അല്ലേ? അപ്പോ ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് ഈ ശാസ്ത്രജ്ഞൻ ഇവിടെ ചെയ്തപ്പോൾ കണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി സാറ് ജസ്റ്റ് ഇത് എന്താണെന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, ഇവിടെ നോക്കിക്കോട്ടെ. ദ ഡിസ്ചാർജ് ട്യൂബ് കൺസിസ്റ്റ് ഓഫ് 2 ഫിക്സഡ് മെറ്റൽ പ്ലേറ്റ്സ് ഓൺ ഈസ് കാഥോഡ്, അതർ ഈസ് ആനോഡ്. ഡിസ്ചാർജ് ട്യൂബിന്റെ ഇരുഭാഗത്തുമുള്ള 2 ലോഹങ്ങൾക്കിടയിൽ സ്ഥാപിച്ചിരിക്കുന്നു. അതിലൊന്ന് കാഥോഡായിട്ട്, അതായത് കാഥോഡ് എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ആണ്. മറ്റൊന്ന് ആനോഡ് എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവുമാണ്. ഇനി നമ്മൾ ഇതിൽ വാക്വം ട്യൂബ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേടാ? വാക്വം ട്യൂബ്, അതായത് നമ്മൾ ഇതിനകത്തുള്ള എന്താണ്? എയറിനെയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വാക്വം ആക്കിയിട്ട് അതിനകത്ത് എന്താണ്? ലോ പ്രഷറിലാണ് എയർ ഫില്ല് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. ആസ് ലോങ് ആസ് എയർ ഇൻസൈഡ് ദ ട്യൂബ് ഇലക്ട്രിസിറ്റി വിൽ നോട്ട് പാസ് ത്രൂ ഇറ്റ് അറ്റ് നോർമൽ പ്രഷർ. അതായത് ഡിസ്ചാർജ് ട്യൂബിനുള്ളിൽ വായു ഉള്ളിടത്തോളം കാലം, നമ്മൾ ഈ പറഞ്ഞു വാക്വം ആക്കുന്നത് എന്തിനാണെന്ന് അറിയണ്ടടാ? ഈ വായു ഉള്ളിടത്തോളം കാലം എന്ത് ചെയ്യുന്നു? സാധാരണ മർദ്ദത്തിൽ നോർമൽ പ്രഷറിൽ എന്ത് ചെയ്യുന്നില്ല? വൈദ്യുതി ഇത് കൃത്യമായിട്ട് കടത്തിവിടുന്നില്ല. അതിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻ ഓർഡർ ടു കണ്ടക്ട് എക്സ്പെരിമെന്റ്, ഈ എക്സ്പെരിമെന്റ് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി നമുക്ക് എന്ത് ചെയ്യണം? അവിടെ പാസ് ചെയ്യണം അല്ലേ? അതിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എയറിനെ എന്ത് ചെയ്യുന്നത്? ഇവാക്യുവേറ്റ് ചെയ്യുന്നത്. അതായത് ഈ പറയുന്ന വാക്വം പമ്പ് ഉപയോഗിച്ചിട്ട് എയറിനെ എന്ത് ചെയ്യും? പുറത്തേക്ക് കളയുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? ഇനി നമ്മൾ അവിടെ കണ്ട കാര്യം എന്തായിരുന്നു? കണ്ട കാര്യം, ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ദാറ്റ് വെൻ ഹൈ വോൾട്ടേജ് അപ്ലൈഡ് ടു ദ ഡിസ്ചാർജ് ട്യൂബ് എ ഗ്രീൻ ഗ്ലോ ഓൺ ദി ഗ്ലാസ് വാൾ which is coated with a zinc sulfate behind the anode which has been perforated. അതായത് ഹൈ വോൾട്ടേജ് ഡിസ്ചാർജ് ട്യൂബിൽ നൽകുമ്പോൾ സുഷിരങ്ങൾ ഉള്ള ആനോഡിന്റെ പുറകിൽ സ്ഥാപിച്ചിരിക്കുന്ന സിങ്ക് സൾഫൈഡ് പൂശിയ ഗ്ലാസ് ഭിത്തിയിൽ ഒരു പച്ച തിളക്കം ഉണ്ടാകുന്നതായിട്ട് ആര് കാണുന്നുണ്ട്? ഈ പറയുന്ന എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ ഒബ്സർവ് ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിച്ചു. നമുക്ക് ആ ഫിഗർ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം സാറ്. കണ്ടോ, ഇവിടെ നിന്ന് ഒരു റേസ് പോകുന്നുണ്ടല്ലേ? ആ റേസ് ഇവിടെ പോകുമ്പോഴത്തേക്ക് ഇവിടെ സുഷിരങ്ങളുള്ള ആനോഡാണ് വെച്ചിട്ടുള്ളത്. അതിന്റെ പിറകിൽ സിങ്ക് സൾഫൈഡ് പൂശിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഒരു ഗ്രീൻ കളർ വിസിബിൾ ആവുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നതാണ് ഇവിടുത്തെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നെഗറ്റീവിൽ നിന്ന് എന്ത് വന്നിട്ടുണ്ട്? കുറച്ച് റേസ് ഇവിടെ എമർജ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? അതായത് ഈ പറയുന്ന കാഥോഡിൽ നിന്ന് കുറച്ച് റേസ് എന്ത് ചെയ്തിട്ടുണ്ട്? എമർജ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഫറൻസ്, നിഗമനം. അപ്പോൾ ഈ ശാസ്ത്രജ്ഞൻ എന്ത് നിഗമനത്തിൽ എത്തി എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം.
The glow is due to the rays emitted from the cathode. കാഥോഡിൽ നിന്നാണ് ഈ റേസ് എമിറ്റ് ചെയ്യുന്നതെന്ന് ഈ ശാസ്ത്രജ്ഞൻ കണ്ടെത്തി. These came to be known as cathode rays. ഇതിനെ അദ്ദേഹം വിളിച്ച പേരാണ് എന്ത്? കാഥോഡ് റേസ് എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ എന്തായിരുന്നു ഈ പറയുന്ന കാഥോഡിൽ നിന്ന്, നെഗറ്റീവ് ടെർമിനൽ കാഥോഡിൽ നിന്ന് കുറച്ച് റേസ് എങ്ങോട്ടേക്ക് പോകുന്നു? പോസിറ്റീവിലേക്ക്, ആനോഡിലേക്ക് പോകുന്നതായിട്ടാണ് കണ്ടെത്തിയത്. അപ്പോൾ ഇതിനെ അയാൾ വിളിച്ച പേരാണ് എന്ത്? കാഥോഡ് റേസ് എന്നാണ് അദ്ദേഹം വിളിച്ചത്. കാഥോഡിൽ നിന്ന് പുറപ്പെട്ട രശ്മികൾ ആണ് ഈ തിളക്കത്തിന് കാരണം. ഇവയെ അദ്ദേഹം എന്ത് വിളിച്ചു? കാഥോഡ് രശ്മികൾ എന്ന് വിളിച്ചു. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഈ എക്സ്പെരിമെന്റ് സാർ ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് എന്ത് ചെയ്യേണ്ട? ഒരു ഡിസ്ചാർജ് ട്യൂബ് എടുക്കുകയാണ്. ആ ഡിസ്ചാർജ് ട്യൂബിൽ രണ്ട് എൻഡിലായിട്ട് മെറ്റൽ പ്ലേറ്റ്സ് വെച്ചിട്ടുണ്ട്. ഒരാൾ കാഥോഡായിട്ടും ഒരാൾ ആനോഡായിട്ടും. കാഥോഡ് നെഗറ്റീവും ആനോഡ് പോസിറ്റീവും. ഓക്കെ അല്ലേ? അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്തുള്ള വായുവിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവാക്യുവേറ്റ് ചെയ്തിട്ടുണ്ട്. വാക്വം പമ്പ് ഉപയോഗിച്ച് ഇവാക്യുവേറ്റും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാണ്? ലോ പ്രഷറിലുള്ള എയറിനെ അതിലേക്ക് ഫില്ല് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ ഹൈ വോൾട്ടേജ് കൊടുക്കുന്നു. വോൾട്ടേജ് കൊടുത്ത സമയത്ത് ഒരു റേസ് എവിടെ നിന്ന്? കാഥോഡ് നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് ഒരു റേസ് എങ്ങോട്ടേക്ക് പോകുന്നത്? പോസിറ്റീവിലേക്ക് പോകുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിച്ചു. ആ റേസിനെ അദ്ദേഹം വിളിച്ച പേരാണ് എന്ത്? കാഥോഡ് റേസ് എന്ന് വിളിച്ചു. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ. ഇനി നമുക്ക് ഈ പറയുന്ന കാഥോഡ് റേസിന്റെ ക്യാരക്ടേഴ്സ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതായത് ഈ കാഥോഡ് രശ്മികളുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നാണ് പഠിക്കാനായിട്ടുള്ളത്. എടാ ഇവിടെ നോക്കിക്കോ സാർ, ഈ ഫിഗറിലേക്ക് നോക്കിക്കോ. നിങ്ങൾ ഈ ഫിഗറിൽ നോക്കിയിട്ട് എല്ലാവരും നോക്കിക്കോ മക്കളെ. ഇവിടെ കാഥോഡിൽ നിന്ന് റേസ് എമർജ് ചെയ്യുന്നതായിട്ട് കണ്ടല്ലേ. ഇതിനിടയിൽ എന്ത് ചെയ്യുന്നു? ഒരു ക്രോസ് എന്ത് ചെയ്യാണ്? വയ്ക്കുകയാണ്. അതായത് ഒരു ക്രോസിനെ വെക്കുകയാണ്. വയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന ക്രോസിന്റെ ഷാഡോ എവിടെ കിട്ടുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിച്ചു? മറ്റേ എൻഡിൽ നമുക്ക് കാണാൻ വേണ്ടി കിട്ടുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിച്ചു. അതായത് വേറൊന്നുമല്ല, ഇവിടെ നിന്ന് കാഥോഡ് റേസ് എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട് അല്ലേ. ആ കാഥോഡ് റേസ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ക്രോസ് വന്ന് തട്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന്റെ എന്ത് ഷാഡോ എവിടെ കാണുന്നതായിട്ട്? മറ്റേ എൻഡിൽ ഷാഡോ കാണുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിച്ചു. എടാ മറ്റൊന്നുമല്ല ഇവിടെ പറയുന്നത്. കാഥോഡ് റേസ് എന്ത് ചെയ്യുന്നുണ്ട്? സ്ട്രെയിറ്റ് ലൈനിലാണ് ട്രാവൽ ചെയ്യുന്നത്. നേർരേഖയിൽ ട്രാവൽ ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഈ പറയുന്ന ഷാഡോ മറ്റേ എൻഡിൽ അവിടെ ഫോം ചെയ്യാനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ റീസൺ നോക്കിയാൽ കാഥോഡ് റേസ് കാസ്റ്റ് ഷാഡോസ് ഓഫ് ഒപ്പാക് ഒബ്ജക്ട്. ഒപ്പാക് എന്ന് വെച്ചാൽ എന്താണ്? പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കൾ അല്ലെ. ഒപ്പാക് ഒബ്ജക്ട്സ് പ്ലേസ്ഡ് ഇൻ ഇറ്റ്സ് പാത്ത് ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് കാഥോഡ് റേസ് ട്രാവൽ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. കാഥോഡ് റേസ് എങ്ങനെയാണ്? സ്ട്രെയിറ്റ് ലൈനിൽ ട്രാവൽ ചെയ്യുന്നു. എടാ സ്ട്രെയിറ്റ് ലൈനിൽ ട്രാവൽ ചെയ്തത് കൊണ്ടാണ് അവിടെ എന്ത് നമുക്ക് ലഭിച്ചത്? ഈ പറയുന്ന ഒപ്പാക് ഒബ്ജക്റ്റിന്റെ ഷാഡോ നമുക്ക് മറ്റേ എൻഡിൽ കിട്ടുന്നതായിട്ട് കണ്ടത്. ഓക്കെ അല്ലേ. കാഥോഡ് രശ്മികളുടെ പാതയിൽ അധാര്യ വസ്തുക്കൾ വെച്ചാൽ നിഴലുണ്ടാകുന്നു. ഇതിനാൽ കാഥോഡ് രശ്മികൾ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നതെന്ന് വ്യക്തമായി. ഓക്കെ അല്ലേ. അപ്പൊ ഫസ്റ്റത്തെ ക്യാരക്ടർ എന്തായിരുന്നു മക്കളെ? ഈ പറയുന്ന ആള് കാഥോഡ് റേസ് എന്താണ്? സ്ട്രെയിറ്റ് ലൈനിലാണ് സഞ്ചരിക്കുന്നത്. ഓക്കെ അല്ലേ ഫസ്റ്റത്തെ പ്രത്യേകത. ഇനി പിന്നെയും എക്സ്പെരിമെന്റ് ചെയ്യുകയാണ് അദ്ദേഹം. എക്സ്പെരിമെന്റ് ചെയ്യുന്നത് എന്താണ്? മറ്റൊന്നുമല്ല, ഇവിടെ എന്താണ് ഈ പറയുന്ന സഞ്ചരിക്കുന്നതിന്റെ ഇടയിൽ എന്ത് ചെയ്യാണ്? ഒരു ഫ്ലൈയിങ് വീൽ കൊണ്ടുവയ്ക്കുകയാണ്. അതായത് റൊട്ടേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു വീലിനെ കൊണ്ട് ഇവിടെ എന്ത് ചെയ്യാണ്? പാഡിലിനെ കൊണ്ട് എന്ത് ചെയ്യാണ്? വയ്ക്കുകയാണ്. വയ്ക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? കാഥോഡ് റേസ് വരുന്നുണ്ട്. ഇതിൽ തട്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഈ വീൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു. എടാ ഇവിടെ നിന്ന് കാഥോഡ് റേസ് നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് കാഥോഡ് റേസ് എമർജ് ചെയ്യുന്നു. അത് വന്നിട്ട് എവിടെ തട്ടുന്നു? ഈ പറയുന്ന വീലിൽ തട്ടിയതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഈ വീല് റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു. എടാ ഒരു വസ്തു, ഇപ്പോ ഇതാ ഒരു വസ്തു ഇരിക്കുകയാണ്. ഈ വസ്തുവിൽ ഒരു സാധനം വന്നിങ്ങനെ തട്ടുകയാണെന്ന് വിചാരിക്കും മക്കളെ. ഇത് റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വന്ന് തട്ടിയ വസ്തുവിന് മാസ് ഉണ്ടാവേണ്ടടാ. ഒരു മാസ് ഉണ്ടെങ്കിലല്ലേ ഈ പറയുന്ന വസ്തു ഈ തട്ടുന്ന സമയത്ത് ഇത് റൊട്ടേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് കണ്ടെത്തിയ കാര്യമാണ് ഈ പറയുന്ന കാഥോഡ് റേസിന് എന്തുണ്ട് മക്കളെ? മാസ് ഉണ്ട് എന്ന് കണ്ടെത്താൻ സാധിച്ചു. ഇഫ് എ സ്മോൾ പാഡിൽ ഈസ് പ്ലേസ്ഡ് ഇൻ ദ പാത്ത് ഓഫ് ദ കാഥോഡ് റേ ഇറ്റ് റൊട്ടേറ്റ്സ്. അതായത് ഈ പറയുന്ന പാഡിൽ വീടിനെ കൊണ്ടുവച്ച സമയത്ത് അത് എന്ത് ചെയ്യുന്നു? റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു. Thus we can say cathode rays have mass. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിച്ചു ഈ പറയുന്ന കാഥോഡ് റേസിന് എന്തുണ്ട്? മാസ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? ഷാഡോ ഫോം ചെയ്യുന്നു അല്ലെ. അതുകൊണ്ട് അത് എന്താണ്? സ്ട്രെയിറ്റ് ലൈനിൽ ട്രാവൽ ചെയ്യുന്നു. ഈ
സ്ട്രെയിറ്റ് ലൈനിൽ ട്രാവൽ ചെയ്യുന്ന സാധനം എന്താ ഇവിടെ വന്ന് ഇടിക്കുന്നു അല്ലേ, ഇടിച്ച് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നു, പാഡിൽ വീലിനെ എന്ത് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ പറയാം ഈ പറയുന്ന കാഥോഡ് റേസിന് എന്തുകൊണ്ട്, മാസും ഉണ്ട്. അപ്പൊ രണ്ട് ക്യാരക്ടർ നമ്മൾ പഠിച്ചല്ലേ, കാഥോഡ് റേസിന്റെ രണ്ട് ക്യാരക്ടർ പഠിച്ചു. ഇനി അടുത്ത മൂന്നാമത്തെ ക്യാരക്ടറിലോട്ട് നമ്മൾ പോവാം. മൂന്നാമത്തെ ക്യാരക്ടറിൽ ഇദ്ദേഹം ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ പറയുന്ന എക്സ്പെരിമെന്റ് ഒക്കെ ഡിസ്ചാർജ് രൂപ എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാണ്. ഇവിടെ പോസിറ്റീവ്, ഇവിടെ എന്താണ് നെഗറ്റീവ് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാണ്. അതായത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇടയിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന കാഥോഡ് റേസ് നെഗറ്റീവിൽ നിന്നാണ് എമർജ് ചെയ്യുന്നത് അല്ലേ, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് പോകുന്നു അല്ലേ, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന അതായത് ഈ പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ വന്നപ്പോൾ പോസിറ്റീവിലേക്ക് ഈ പറയുന്ന ആര് ബെൻഡ് ചെയ്യുന്നു, കാഥോഡ് റേസ് ബെൻഡ് ചെയ്യുന്നതായിട്ട് അതിനൊരു ചരിവ് എങ്ങോട്ടേക്ക്, ഈ പറയുന്ന പോസിറ്റീവിനെ കാണുമ്പോൾ പോസിറ്റീവിലേക്ക് ഒരു ചരിവ് എന്ത് ചെയ്തു, ഈ പറയുന്ന കാഥോഡ് റേസ് കാണിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഇവിടെ നോക്കിക്കണം മക്കളെ, ഇവിടെ എന്താ സംഭവിച്ചത്, നെഗറ്റീവ് അതായത് ഈ പറയുന്ന കാഥോഡ് റേസ് നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് എമർജ് ആയ കാഥോഡ് റേസ് സഞ്ചരിക്കുന്ന സമയത്ത് പോസിറ്റീവിനെ കണ്ടപ്പോൾ എന്ത് സംഭവിച്ചടാ മക്കളെ, പോസിറ്റീവിലേക്ക് ഒരു ബെൻഡിങ് ഉണ്ടായി അല്ലേ. അതായത് വേറൊന്നും അല്ല അവിടെ പറയുന്ന മറ്റൊന്നുമല്ല, when an electric field applied on both sides of the rays, they are found to be attracted towards the positive side. Thus we can say cathode rays are negatively charged. ഈ cathode rays എന്താണ്, നെഗറ്റീവ്ലി നെഗറ്റീവ് ആയിട്ടുള്ളതല്ലേ പോസിറ്റീവിലേക്ക് അട്രാക്ട് ചെയ്യുള്ളൂ. അപ്പൊ നെഗറ്റീവ് ചാർജ് ആണ് ഈ കാഥോഡ് റേസിനുള്ളത് എന്ന് കണ്ടെത്താനായിട്ട് സാധിച്ചു. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പൊ നമ്മൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞില്ലേ, മൂന്ന് ക്യാരക്ടേഴ്സ് പറഞ്ഞു. ഒന്നാമത്തെ ക്യാരക്ടർ സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിക്കുന്നു. രണ്ടാമത്തെ ക്യാരക്ടറായിട്ട് നമ്മൾ പറഞ്ഞ കാര്യം എന്തായിരുന്നു, ഇതിന് മാസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലേ. മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞ കാര്യം എന്തായിരുന്നു മക്കളെ, എന്ന് പറയുന്നത് ഈ കാഥോഡ് റേസ് നെഗറ്റീവ് ചാർജ് ആണ് എന്ന് കണ്ടെത്തി. ഇവിടെ നെഗറ്റീവ് ചാർജ് ആണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്താ എക്സ്പെരിമെന്റ് അദ്ദേഹം ചെയ്തത്, അതായത് ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവ് നെഗറ്റീവ് ഇലക്ട്രിക് ഫീൽഡ് രണ്ട് സൈഡിലായിട്ട് കൊടുക്കുന്നു. ഈ പോസിറ്റീവ് ഉള്ള ഡയറക്ഷനിലേക്ക് കാഥോഡ് റേസ് ബെൻഡ് ചെയ്യുന്നതായിട്ടും കാണാൻ വേണ്ടി സാധിച്ചു. ഓക്കെ അല്ലേ. അപ്പൊ ഈ ഓരോ എക്സ്പെരിമെന്റുകൾ അറിയണം, എങ്ങനെയാണ് മാസ് കണ്ടെത്തിയത്, എങ്ങനെ പ്രൂവ് ചെയ്തു എന്നുള്ള കാര്യവും, അതുപോലെ തന്നെ നമ്മൾ എങ്ങനെ സ്ട്രെയിറ്റ് ലൈനിലാണ് സഞ്ചരിക്കുന്നത് എങ്ങനെ പ്രൂവ് ചെയ്തു എന്നുള്ള കാര്യവും ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ. ഏറ്റവും അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത് പാത്ത് ഓഫ് ദി കാഥോഡ് റേസ് ഗെറ്റ് ഡിഫ്ലക്റ്റഡ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ഓൾസോ. കാന്തിക മണ്ഡലത്തിലും ഇവയുടെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നത്, അതായത് ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്തും ഇവരുടെ പാത്തിന് എന്ത് ഡീവിയേഷൻ സംഭവിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പൊ ക്യാരക്ടേഴ്സ് സെറ്റിലാണ് മക്കളെ. ഇപ്പൊ എക്സ്പെരിമെന്റ് കാഥോഡ് റേ എക്സ്പെരിമെന്റ് ചെയ്യുന്നു. ആ എക്സ്പെരിമെന്റ് വഴിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന കാഥോഡ് റേ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് എമർജ് ചെയ്ത കാഥോഡ് റേയുടെ ക്യാരക്ടേഴ്സ് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഈ പറയുന്ന കാഥോഡ് റേസിന്റെ മറ്റ് രണ്ട് സവിശേഷതകൾ പറയാം. ദേ ഡു നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ നേച്ചർ ഓഫ് ദ ഗ്യാസ് ഇൻസൈഡ് ദ ട്യൂബ്. കാഥോഡ് രശ്മികൾ ട്യൂബിനുള്ളിൽ, അതായത് ഈ ട്യൂബിനുള്ളിൽ ഒരു വായു നിറച്ചിട്ടുണ്ട്, വാതകം നിറച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേടാ, ലോ പ്രഷറിൽ വാതകം നിറച്ചു എന്ന് പറഞ്ഞല്ലേ, ആ വാതകത്തിന്റെ സ്വഭാവത്തെ എന്ത് ചെയ്യുന്നില്ല, ആശ്രയിക്കുന്നില്ല. They do not depend upon the nature of gas inside the tube. കാഥോഡ് രശ്മികൾ ട്യൂബിനുള്ളിലെ വാതകത്തിന്റെ സ്വഭാവത്തെ എന്ത് ചെയ്യുന്നില്ല, ആശ്രയിക്കുന്നില്ല. അതോടൊപ്പം they do not depend upon the nature of metal plates used in the tube. ട്യൂബിനുള്ളിൽ നമ്മൾ മെറ്റൽ പ്ലേറ്റ്സ് ഉപയോഗിച്ചിട്ടില്ല, ആനോഡായിട്ടും കാഥോഡായിട്ടും മെറ്റൽ പ്ലേറ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ടല്ലേ, അതിന്റെ ക്യാരക്ടേഴ്സ് അതിന്റെ സ്വഭാവത്തെയും എന്ത് ചെയ്യുന്നില്ല, ആശ്രയിക്കുന്നില്ല എന്ന് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഈ നിറച്ചിരിക്കുന്ന വാതകത്തെയും അതുപോലെ തന്നെ മെറ്റൽ പ്ലേറ്റിന്റെ ക്യാരക്ടേഴ്സിനെയും എന്ത് ചെയ്യുന്നില്ല, ആശ്രയിക്കുന്നില്ല. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അപ്പൊ ഈ എക്സ്പെരിമെന്റ് വഴി നമ്മൾ കണ്ടുപിടിച്ചല്ലേ, കാഥോഡ് റേസ് വരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ആ കാഥോഡ് റേസ് നെഗറ്റീവ് ചാർജ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്താണ് ഇലക്ട്രോൺ എന്ന് നമുക്ക് വരാടാ. ഇലക്ട്രോൺ, cathode rays consist of negatively charged smallest subatomic particles present in all atom is called electrons. എടാ ഈ പറയുന്ന നെഗറ്റീവ് ചാർജ് അല്ലേ കാഥോഡ് റേസിൽ നിന്ന്, എന്താണ് ഈ പറയുന്ന നെഗറ്റീവ് ചാർജിൽ നിന്ന് എമർജ് ചെയ്ത ഈ റേസിനകത്ത് എന്തുണ്ടെന്ന് പറഞ്ഞൂടാ, ഈ നെഗറ്റീവ് ചാർജ് ആണുള്ളതെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഈ പറയുന്നത് എന്താണ്, സ്മോളസ്റ്റ് സബ് അറ്റോമിക് പാർട്ടിക്കിൾ ആയിട്ടുള്ള ഇലക്ട്രോൺ അതിൽ പ്രസന്റ് ആണ് എന്ന്
പറയുകയുണ്ടായി. കാഥോഡ് രശ്മികൾ വളരെ ചെറിയതും നെഗറ്റീവ് ചാർജ് ഉള്ളതുമായ സബ് അറ്റോമിക കണങ്ങളുണ്ട്. അവയെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? ഇലക്ട്രോൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ പറയുന്ന സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെ ഇലക്ട്രോണിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന ഡിസ്ചാർജ് ട്യൂബ് അല്ലെങ്കിൽ കാഥോഡ് റേ എക്സ്പെരിമെന്റ് ചെയ്തു. ആ എക്സ്പെരിമെന്റ് വഴിയിട്ട് നമുക്ക് കാഥോഡ് റേസ് ഉണ്ടാവുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിച്ചു. ഈ കാഥോഡ് റേ കൺസിസ്റ്റിംഗ് ഓഫ് നെഗറ്റീവ്, ഈ കാഥോഡ് റേസിൽ എന്തുണ്ട്? ഈ പറയുന്ന നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള സബ് അറ്റോമിക് പാർട്ടിക്കിൾ ആയിട്ടുള്ള ആരുണ്ടെന്ന് പറഞ്ഞു? ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ് മക്കളെ? നെഗറ്റീവ് ചാർജ് ആണല്ലേ? അപ്പൊ ഇങ്ങനെയാണ് എന്ത് കണ്ടുപിടിച്ചത്? ഈ പറയുന്ന ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചത്. ഓക്കെ അല്ലേ? ഇലക്ട്രോണിനെ കണ്ടുപിടിച്ച വ്യക്തിയാണ് ആര്? ജെ തോംസൺ എന്ന് പറയുന്ന വ്യക്തി. അപ്പൊ ഇതിന് ഇലക്ട്രോൺ എന്നുള്ള പേരൊക്കെ കൊടുത്ത വ്യക്തി ആരാണ്? ജെ തോംസൺ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ പറയുന്ന ഇലക്ട്രോണിനെ കണ്ടെത്തിയത്. ഓക്കെ അല്ലേ? ഇവിടെ നമുക്ക് നോക്കാം E/m റേഷ്യോ അല്ലെങ്കിൽ E/m അനുപാതം. ജെ തോംസൺ ഡിറ്റർമിൻഡ് ദ റേഷ്യോ ഓഫ് ഇലക്ട്രിക് ചാർജ് ടു മാസ് ഓഫ് ആൻ ഇലക്ട്രോൺ. അതായത് E/m എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, E എന്ന് പറയുന്നത് എന്താണ്ട? ഇലക്ട്രോണിന്റെ ചാർജ് ബൈ മാസ്, ഇലക്ട്രോണിന്റെ മാസ്. ഇവര് തമ്മിലുള്ള റേഷ്യോ കണ്ടെത്തിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ജെ തോംസൺ എന്ന് പറയുന്നത്. ആ വാല്യൂ എത്ര കിട്ടും? 1.76 into 10⁻11 എന്ന് കിട്ടിയിട്ടുണ്ട്. 11 കൂളം പെർ കിലോഗ്രാം എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന E/m റേഷ്യോ കണ്ടുപിടിച്ച വ്യക്തിയാണ് ആര്? ജെ തോംസൺ. ഇലക്ട്രോൺ കണ്ടുപിടിച്ച വ്യക്തിയാണ് ആര്? ജെ തോംസൺ. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നോക്കിക്കടാ, ചാർജ് ഓഫ് ഇലക്ട്രോണിന്റെ ചാർജ്. റോബർട്ട് മില്ലിക്കൺ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ ഫൗണ്ട് ദ ചാർജ് ആൻഡ് മാസ് ഓഫ് ഇലക്ട്രോൺ ത്രൂ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ്. എണ്ണത്തുള്ളി പരീക്ഷണത്തിലൂടെ റോബർട്ട് മില്ലിക്കൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഇലക്ട്രോണിന്റെ ചാർജ്, ഇലക്ട്രോണിന് ഇത് നമ്മൾ ചാർജ് ബൈ എം റേഷ്യോ, E/m റേഷ്യോ എത്രയാണെന്ന് നമ്മൾ ആര് കണ്ടുപിടിച്ചു? ജെ തോംസൺ കണ്ടുപിടിച്ചു അല്ലെ? ഈ പറയുന്ന ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണ്, മാസ് എത്രയാണെന്നുള്ള കാര്യം കണ്ടുപിടിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന റോബർട്ട് മില്ലിക്കൺ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ കണ്ടുപിടിച്ചതാണ്. ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് 1.6 into 10⁻⁻19 കൂളം എന്നും, മാസ് എന്ന് പറയുന്നത് എത്ര കിട്ടി? ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് 9.1 into 10⁻31 കിലോഗ്രാം ആണെന്നും കണ്ടെത്തിയ വ്യക്തിയാണ് ആര്? റോബർട്ട് മില്ലിക്കൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ. ഓക്കെ അല്ലേ? അപ്പൊ ഇലക്ട്രോണിന്റെ ചാർജ് എത്രയെന്നാ കിട്ടുക? ഇലക്ട്രോണിന്റെ ചാർജ് പഠിക്കുന്ന മക്കളെ 1.6 into 10⁻⁻19ഉം ഇലക്ട്രോണിന്റെ മാസ് എത്രയാണ്? 9.1 into 10⁻31 കിലോഗ്രാം. ഇവരെ തമ്മിൽ പരസ്പരം ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് എത്ര? E/m റേഷ്യോ എന്ന് പറയുന്നത് 1.76 into 10⁻11 കൂളം പെർ കിലോഗ്രാം എന്ന് കിട്ടും. ചാർജ് ബൈ മാസ്, ചാർജ് ഡിവൈഡഡ് ബൈ മാസ്. ഓക്കെ അല്ലേ? അപ്പോൾ ചാർജ് ഡിവൈഡ് E/m റേഷ്യോ കണ്ടുപിടിച്ച വ്യക്തി ആരായിരുന്നു? ജെ തോംസൺ എന്ന് പറയുന്ന വ്യക്തിയും അതോടൊപ്പം നമ്മുടെ ഓരോ ചാർജ് അതായത് ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടുപിടിച്ചതും ഇലക്ട്രോണിന്റെ മാസ് കണ്ടുപിടിച്ചതുമായിട്ടുള്ള വ്യക്തിയാണ് റോബർട്ട് മില്ലിക്കൺ എന്ന് പറയുന്നത്. ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണ്? 1.6 into 10⁻⁻19 കൂളോം. ഇലക്ട്രോണിന്റെ മാസ് എത്രയാണ് മക്കളെ? 9.1 into 10⁻31 കിലോഗ്രാമാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരാളെയും കൂടെ പഠിക്കാനുണ്ട്. ആരാണ്? പ്രോട്ടോണിന്റെ കണ്ടുപിടുത്തം അല്ലെ? നമ്മൾ ഈ പറഞ്ഞ എക്സ്പെരിമെന്റില് എന്ത് ചെയ്യണം മക്കളെ? ഈ പറയുന്ന ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റിൽ തന്നെ ഈ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് ഇലക്ട്രോൺ കണ്ടുപിടിക്കുന്ന സമയത്ത് പറഞ്ഞതാണ്, നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് ഒരു റേസ് എമർജ് ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിച്ചല്ലേ? ആ റേസ് ആണ് എന്ത് നമ്മൾ കാഥോഡ് റേസ് എന്ന് പറഞ്ഞത്. ഈ കാഥോഡ് റേസിൽ എന്ത് ഈ പറയുന്ന നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺ പ്രസന്റ് ആണ് എന്ന് പറഞ്ഞു. ഇതേ സമയത്ത് നമ്മുടെ പോസിറ്റീവ് ടെർമിനൽ ആനോഡിൽ നിന്ന് തിരിച്ചൊരു റേ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങോട്ടേക്കും വരുന്നുണ്ട്. തിരിച്ചും ആനോഡിൽ നിന്നും റേസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങോട്ടേക്കും വരുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കനാൽ റേസ് എന്ന് പറയുന്നത്. അപ്പൊ ഡിസ്കവറി ഓഫ് പ്രോട്ടോൺ. ഗോൾഡ് സ്റ്റെയിൻ ആണ് ഈ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് വിത്ത് പെർഫറേറ്റഡ് കാഥോഡ്. അതായത് വേറൊന്നുമല്ല, ഈ പറയുന്ന കാഥോഡ്, നമ്മൾ ഇവിടെ പറഞ്ഞ കാഥോഡില് മറ്റൊന്നല്ല, ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റിൽ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന കാഥോഡ്, ഇവിടെ കാഥോഡ് നെഗറ്റീവ് ടെർമിനൽ, ഇവിടെ പോസിറ്റീവ് ടെർമിനൽ. ഓക്കെ, ഇവരെ തമ്മിൽ എന്ത് ചെയ്യുന്നു? ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? ഓക്കെ, ഇവിടെ നിന്ന്, അതായത് ഈ പറയുന്ന ഇതിനെ എന്തെന്ന് വിളിച്ചു? നെഗറ്റീവിൽ നിന്ന് വന്നതിനെ എന്തെന്ന് വിളിച്ചു മക്കളെ? കാഥോഡ് റേസ് എന്ന് വിളിച്ചു.
ഗോൾഡ് സ്റ്റെയിൻ ഈ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്ത സമയത്ത് ഇവിടെ നിന്നും റേസ് ഇങ്ങോട്ടേക്ക് വരുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിച്ചു. ഇതിനെയാണ് എന്തെന്ന് വിളിച്ചത്? കനാൽ റേസ് എന്ന് വിളിച്ചത്. അതായത് ഈ പറയുന്ന പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നു? റേസ് എമർജ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? കനാൽ റേസ് എന്നാണ് വിളിച്ചത്. ഓക്കെ അല്ലേ? കനാൽ റേസ് അല്ലെങ്കിൽ ആനോഡ് റേസ് എന്നാണ് വിളിച്ചത്. അല്ലെങ്കിൽ എന്താണ് വിളിച്ചത്? ആനോഡ് റേസ് എന്നാണ് വിളിച്ചത്. അപ്പോൾ ഗോൾഡ് സ്റ്റെയിൻ കണ്ടക്ടഡ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് വിത്ത് പെർഫറേറ്റഡ് കാഥോഡ്, സുഷിരങ്ങളുള്ള കാഥോഡ്. അതായത് ഈ പറയുന്ന കാഥോഡിൽ എന്തുണ്ട്? സുഷിരങ്ങളുണ്ട്. അപ്പോൾ ഈ കാഥോഡ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. ഈ എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ആനോഡിൽ നിന്ന് റേസ് എമർജ് ചെയ്യുന്നതായിട്ട്, ആനോഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കാഥോഡിലേക്ക് റേസ് എമർജ് ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഓക്കെ അല്ലേ? പോസിറ്റീവ് ഇലക്ട്രോഡ് ആയിട്ടുള്ള ആനോഡിൽ നിന്ന് റേസ്, ആനോഡിൽ നിന്ന് വരുന്നതുകൊണ്ട് അവൻ എന്തെന്ന് വിളിച്ചു? ആനോഡ് റേസ് അല്ലെങ്കിൽ കനാൽ റേസ് എന്നും വിളിച്ചു. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? ആനോഡ് റേസ് അല്ലെങ്കിൽ കനാൽ റേസ് എന്നാണ് വിളിച്ചത്. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞു ഇലക്ട്രോണിന്റെ കണ്ടുപിടുത്തം പറഞ്ഞു, അതുപോലെ തന്നെ ഇപ്പൊ ആരെയാണ്? പ്രോട്ടോണിന്റെ കാര്യവും പറഞ്ഞു അല്ലേടാ. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്നുള്ള കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രോട്ടോൺ കണ്ടുപിടിച്ച വ്യക്തി ആരാണ് മക്കളെ? ഈ പറയുന്നതിന് കനാൽ റേസ് അല്ലെങ്കിൽ ആനോഡ് റേസ് വരുന്നു എന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് ഈ പറയുന്ന ഗോൾഡ് സ്റ്റെയിൻ. ഈ എക്സ്പെരിമെന്റ് ചെയ്തിട്ട് ഗോൾഡ് സ്റ്റെയിൻ കണ്ടെത്തിയത്. ഇനി നമ്മുടെ ഈ പറയുന്ന പ്രോട്ടോൺ കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? നമ്മൾ സാർ ആദ്യം പറഞ്ഞല്ലേ, ഏണസ്റ്റ് റൂദർഫോർഡ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ പറയുന്ന ആരെ കണ്ടുപിടിച്ചത്? പ്രോട്ടോണിനെ കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി നമുക്ക് ഇവരുടെ ഈ പറയുന്ന നമ്മളിപ്പോ പറഞ്ഞില്ലേ ആനോഡ് റേസ് അല്ലെങ്കിൽ കനാൽ റേസ് ഉണ്ടെന്ന് പറഞ്ഞല്ലേടാ, വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആനോഡ് റേസ് കൺസിസ്റ്റിംഗ് ഓഫ് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ആനോഡ് റേസ് പോസിറ്റീവിൽ നിന്ന് വരികയല്ലേടാ, അപ്പോൾ അതിൽ എന്തുണ്ട്? പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്, കണങ്ങളുണ്ട് എന്ന് കണ്ടെത്തി. ഓക്കെ അല്ലേ? രണ്ടാമത് നോക്കണം, ദ നാച്ചർ ഓഫ് ദ ആനോഡ് റേസ് ഡിപ്പെൻഡ് ഓൺ ഗ്യാസസ് ടേക്കൺ ഇൻ ദ ഡിസ്ചാർജ് ട്യൂബ്. നമ്മുടെ ഈ ഡിസ്ചാർജ് ട്യൂബിനകത്ത് എടുത്തിട്ടുള്ള ഗ്യാസിന്റെ നാച്ചുറിനെ, സ്വഭാവത്തെ ആനോഡ് രശ്മികൾ എന്ത് ചെയ്യുന്നുണ്ട്? ആശ്രയിക്കുന്നുണ്ട്. നമ്മൾ ഇലക്ട്രോൺ കണ്ടെത്തിയ സമയത്ത് എന്ത് ചെയ്യുന്നില്ല? ഈ പറയുന്ന കാഥോഡ് റേസ് എന്ത് ചെയ്യുന്നില്ല? ഈ പറയുന്ന രണ്ടുപേരും, ഈ പറയുന്ന മെറ്റലിന്റെയും അകത്ത് നിറച്ചിരിക്കുന്ന വായുവിന്റെയും സ്വഭാവത്തെ എന്ത് ചെയ്യുന്നില്ല? ആശ്രയിക്കുന്നില്ല. പക്ഷെ ഇവിടെ വരുമ്പോൾ ആനോഡ് റേസിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവരെന്ത് ചെയ്യുന്നുണ്ട്? നാച്ചർ ഓഫ് ആനോഡ് റേസ് ഡിപ്പെൻഡ് ഓൺ ഗ്യാസസ് ടേക്കൺ ഇൻ ദ ഡിസ്ചാർജ് ട്യൂബ്. ഡിസ്ചാർജ് ട്യൂബിൽ നിറയ്ക്കുന്ന വാതകത്തിന്റെ സ്വഭാവത്തെ ആനോഡ് രശ്മികൾ എന്ത് ചെയ്യുന്നു? ആശ്രയിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിച്ചു. അങ്ങനെ പ്രോട്ടോണിനെ നമ്മൾ കണ്ടുപിടിക്കുകയാണ് അല്ലേടാ. പ്രോട്ടോണിനെ കണ്ടുപിടിച്ച് ഈ പറയുന്ന ആനോഡ് റേസിലുള്ള പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്മോളസ്റ്റ് പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ പ്രോട്ടോൺ എന്ന് പറയുന്നത്. നോക്കാം നമുക്ക്. ദ സ്മോളസ്റ്റ് ആൻഡ് ലൈറ്റസ്റ്റ് പാർട്ടിക്കിൾ ഇൻ ദ കനാൽ റേസ് അല്ലെങ്കിൽ ആനോഡ് റേസ് വേർ ഒബ്റ്റൈൻഡ് വെൻ ഡിസ്ചാർജ് ട്യൂബ് വാസ് ഫിൽഡ് വിത്ത് ഹൈഡ്രജൻ. ദ നെയിം പ്രോട്ടോൺ വാസ് കോയിൻഡ് ബൈ ഏണസ്റ്റ് റൂദർഫോർഡ്. ഇതിനെ ഈ പറയുന്ന ആനോഡ് റേസിനെ നമ്മൾ ഈ പ്രോട്ടോൺ എന്ന് വിളിച്ച വ്യക്തിയാണ് ആര്? ഏണസ്റ്റ് റൂദർഫോർഡ് എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ഡിസ്ചാർജ് ട്യൂബിൽ ഹൈഡ്രജൻ വാതകം നിറച്ചപ്പോൾ, ഡിസ്ചാർജ് ട്യൂബിനകത്ത് ആരാ ഫില്ല് ചെയ്ത്? ഹൈഡ്രജൻ വാതകം നിറച്ചപ്പോൾ ഉണ്ടായ കനാൽ രശ്മികളിലെ ചെറിയതും ഭാരം കുറഞ്ഞതുമായ കണമാണ് എന്തെന്ന് പറയുന്നത്? പ്രോട്ടോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഏണസ്റ്റ് റൂദർഫോർഡ് പ്രോട്ടോണിനെ കണ്ടെത്തിയത്. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ മറ്റൊരു ഡെഫിനിഷൻ, ദ സ്മോളസ്റ്റ് ആൻഡ് ലൈറ്റസ്റ്റ് പോസിറ്റീവ്ലി ചാർജ്ഡ് സബ് അറ്റോമിക് പാർട്ടിക്കിൾ ഇൻ ആൻ ആറ്റം ഈസ് ടേംഡ് ആസ് പ്രോട്ടോൺ. നമ്മൾ പറഞ്ഞു ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ്, പ്രോട്ടോണിന് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. അറ്റത്തിലെ വളരെ ചെറുതും ഭാരം കുറഞ്ഞതും പോസിറ്റീവ് ചാർജ് ഉള്ളതുമായ സബ് അറ്റോമിക് കണകളാണ് എന്തെന്ന് പറയുന്നത്? പ്രോട്ടോൺ എന്നും പറയുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചല്ലാണ്. ഇപ്പൊ പഠിച്ച രണ്ട് കാര്യങ്ങൾ എന്തായിരുന്നു? ഡിസ്കവറി ഓഫ് ഇലക്ട്രോണും പഠിച്ചു, നമ്മൾ ഡിസ്കവറി ഓഫ് പ്രോട്ടോണും പഠിച്ചു. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തത് എന്തായിരുന്നു? നമ്മൾ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് ചെയ്തു. എക്സ്പെരിമെന്റ് ചെയ്ത സമയത്ത് കാഥോഡിൽ നിന്ന്, നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് ഒരു റേ എമർജ് ചെയ്യുന്നതായിട്ട് കണ്ടു. അതിലുള്ള പാർട്ടിക്കിൾസ് ആണ്, നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെയാണ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ അതേ സമയത്ത് ആനോഡിൽ നിന്നും തിരിച്ചെന്ത് ചെയ്യുന്നുണ്ടാ? റേസ് എമർജ് ചെയ്യുന്നുണ്ട്. അതിനെന്താണ്? പോസിറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിൾസ്, അവനെയാണ് നമ്മൾ എന്തെന്നും വിളിച്ചത്? പ്രോട്ടോൺ എന്നും വിളിച്ചത്. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ മക്കളെ? ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ആറ്റം മോഡൽസിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അങ്ങനെ നമുക്കൊരു 3 ആറ്റം മോഡൽ പഠിക്കാനായിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് വന്നിട്ട് ഒരാൾ പറയാണ്, ഞാൻ ഇപ്പം പറയാണ് ആറ്റം ഇങ്ങനെയാണെന്ന് പറയാണ്, നാളെ എന്ത് ചെയ്യാണ്? ഇതിൽ കുറച്ച് എന്താണ്
ഇല്ല ഇങ്ങനെയല്ല, ഇതിൽ കുറച്ച് പോരായ്മകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, അടുത്തൊരാൾ വന്നിട്ട് എന്ത് ചെയ്യാണ്, പുതുതായിട്ട് ഒരു ആറ്റം മോഡൽ അവതരിപ്പിക്കുകയാണ്. പിന്നെ എന്ത് ചെയ്യണം, അതിലും കുറെ പോരായ്മകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് എന്ത് ചെയ്യാണ്, മറ്റൊരാൾ വന്നിട്ട് എന്ത് ചെയ്യാണ്, വീണ്ടും ഒരു ആറ്റം മോഡൽ അവതരിപ്പിക്കുകയാണ്. അങ്ങനെ 3 ആറ്റം മോഡൽസ് ആണ് നമ്മൾ ഇവിടെ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ആറ്റം മോഡൽ എന്ന് പറയുന്നത് എന്താണ്, പ്ലം പുഡിംഗ് മോഡൽ ആറ്റം. ജെ തോംസൺ ഇതായിരിക്കുന്ന ആളാണ്. ജെ തോംസന്റെ എന്താണ് പ്ലം പുഡിംഗ് മോഡൽ. എന്താണ് ഈ പ്ലം പുഡിംഗ് മോഡൽ? സിമ്പിൾ ആണ്. സാർ എന്ത് ചെയ്യാണ്, ഒരു സ്പെറിക്കൽ ഷേപ്പ് കൺസിഡർ ചെയ്യാണ്, ഒരു സ്പിയർ കൺസിഡർ ചെയ്യുകയാണ്. ആ സ്പിയറിന്റെ ചാർജ് എന്താണ് മക്കളെ? പോസിറ്റീവ് ചാർജ് ആണ്. സ്പിയറിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. സാർ ഒരു സ്പിയറിനെ കൺസിഡർ ചെയ്യുന്നു, ആ സ്പിയറിന്റെ ചാർജ് എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. അതിലെന്ത് ചെയ്യാണ്, അവിടെ എവിടെയായിട്ട് എന്ത് ചെയ്യാണ്, ഇലക്ട്രോൺ ഇങ്ങനെ ലൊക്കേറ്റ് ചെയ്യുകയാണ് എന്നാണ് ആര് പറഞ്ഞത്? ജെ തോംസൺ പറഞ്ഞത്. ഇതാണ് ജെ തോംസന്റെ പ്ലം പുഡിംഗ്. പ്ലം എന്ന് പറയുമ്പോൾ നമുക്കറിയില്ല, പ്ലം കേക്ക് നമ്മൾ ഈ ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ കഴിക്കാറുള്ള കേക്കാണ് അല്ലേ. ഇതിൽ അവിടെ എവിടെയായിട്ട് എന്താണ് ഈ പറയുന്ന പ്ലം ഒക്കെ പുഡിംഗ് ആയിട്ട് എന്ത് ചെയ്യാണ് വെച്ചിട്ടുണ്ട്. ഇതുപോലെയാണ് ഇലക്ട്രോൺ ഫില്ല് ആയിരിക്കുന്നത് എന്നാണ് ആര് പറഞ്ഞത്? ജെ തോംസൺ പറഞ്ഞത്. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ ഇതിന് മറ്റൊരു പേരാണ് വാട്ടർമെലൺ മോഡൽ എന്നും പറയാറുണ്ട്. അപ്പൊ ഇത് വാട്ടർമെലൺ നമുക്കറിയാലോ, അതിലെ സീഡ് കുരു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവിടെ എവിടെയായിട്ടൊക്കെ കാണപ്പെടും അല്ലേ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ പറയുന്ന വാട്ടർമെലനെ എന്ത് ചെയ്യാം, ഫുള്ളായിട്ട് നമുക്കൊരു സ്പെറിക്കൽ, അതായത് ഒരു പോസിറ്റീവ് ആയിട്ട് എടുക്കാം. അതിനകത്ത് ഈ പറയുന്ന കുരുവിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം, നെഗറ്റീവ് ആയിട്ട് എടുക്കാം. ഇങ്ങനെയാണ് ആര് പ്രപ്പോസ് ചെയ്തത്? ഈ പറയുന്ന ജെ തോംസന്റെ ആറ്റം മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? പ്ലം പുഡിംഗ് മോഡൽ എന്നാണ് ഇതിനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പ്ലം പുഡിംഗ് മോഡൽ അനുസരിച്ച് അക്കോർഡിംഗ് ടു ദിസ് മോഡൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺ ആർ എംബഡഡ് ഇൻ എ പോസിറ്റീവ് ചാർജ്ഡ് സ്പിയർ. അതായത് ഒരു സ്പിയർ ഉണ്ട്, സ്പിയറിന്റെ ചാർജ് എന്താണ് മക്കളെ? ആ സ്പിയറിന്റെ ചാർജ് എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. പോസിറ്റീവ് ചാർജ് ആണ് സ്പിയറിന്റെ ചാർജ്. അതിൽ അവിടെ എവിടെയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോണിനെ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? ഇലക്ട്രോണ് കാണപ്പെടുന്നു എന്നാണ് ഈ പറഞ്ഞ ജെ തോംസൺ പറഞ്ഞത്. ദ ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ എന്നും കൂടെ അദ്ദേഹം പറഞ്ഞിട്ട്. ആറ്റം എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. അതായത് പോസിറ്റീവിന്റെ എണ്ണവും നെഗറ്റീവിന്റെ എണ്ണവും എന്തായിരിക്കും? തുല്യമായിരിക്കും എന്നാണ് പറഞ്ഞത്. ഗോളത്തിലെ ആകെ പോസിറ്റീവ് ചാർജുകളുടെ ആകെ നെഗറ്റീവ് ചാർജുകളുടെയും എണ്ണം എന്തായിരിക്കും? തുല്യമായിരിക്കും എന്നാണ്. അതായത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും എന്നാണ് ആര്? ജെ തോംസൺ പറഞ്ഞത്. അപ്പൊ ആദ്യത്തെ മോഡൽ ഏതായിരുന്നു? ജെ തോംസന്റെ പ്ലം പുഡിംഗ് മോഡൽ. നമ്മൾ പഠിച്ചു കഴിഞ്ഞില്ലേ ജെ തോംസന്റെ പ്ലം പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ വാട്ടർമെലൺ മോഡൽ എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്ത ആരാ വരുന്നത്? ജെ തോംസൺ കഴിഞ്ഞിട്ട് റൂദർഫോർഡ് വരെയാണ്. റൂദർഫോർഡ് വന്നിട്ട് നമ്മൾ ഈ ജെ തോംസന്റെ അടുത്ത് ചോദിച്ചു, ഇതിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ച സമയത്ത് ജെ തോംസൺ ഒന്ന് കൈ മലർത്തി കാണിച്ചല്ലടാ, ഇതിന് തെളിവൊന്നുമില്ല, അദ്ദേഹം ഇങ്ങനെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ തെളിവോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും ഈ പുള്ളിക്കാരന്റെ കയ്യിൽ ഇല്ലായിരുന്നു. അപ്പോ അടുത്ത ആര് വരെയാണ്? നമ്മൾ ഈ റൂദർഫോർഡ് വരെയാണ്. അപ്പൊ റൂദർഫോർഡിന് അറിയാം അല്ലേ, 2 ചോദ്യങ്ങൾ വരും. തന്റെ സൈഡിൽ എന്താണ് തെളിവ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം വരുമെന്ന് ഉള്ള കാര്യത്തിൽ എന്താണ് ഒരു കൺഫ്യൂഷനും വേണ്ട, ആ ഒരു ചോദ്യം വരും അല്ലേ. അപ്പോൾ അദ്ദേഹം ഒരു എക്സ്പെരിമെന്റിലൂടെ അവിടെ ഒരു എക്സ്പെരിമെന്റ് അവതരിപ്പിക്കുകയാണ്. ഈ എക്സ്പെരിമെന്റ് ആണ് റൂദർഫോർഡ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. എടാ മറ്റൊന്നുമല്ല, ഇതാ കാണുന്ന ഒരു ഗോൾഡ് ഫോയിൽ. അതായത് വേറെ ഒന്നുമില്ല, ഇപ്പൊ ഒരു പേപ്പർ എടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഗോൾഡ് ഫോയിൽ, അതായത് അത് ഫുൾ ഗോൾഡ് കൊണ്ടാണെന്ന് വിചാരിക്കുക. അപ്പൊ അതൊരു ഗോൾഡ് ഫോയിൽ ഉണ്ട്. ആ ഗോൾഡ് ഫോയിലേക്ക് ആൽഫ പാർട്ടിക്കിൾസ് മീൻസ് പോസിറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിൾസ് ആണ് ഈ പറയുന്ന ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന എന്താണ്, ഒരു റേഡിയേഷൻ, ഒരു ലൈറ്റ് പോലത്തെ ഒരു സംഭവം, ലേസർ പോലത്തെ ആൽഫ പാർട്ടിക്കിൾ ബീമിനെ എന്ത് ചെയ്യാണ്, ഈ പറയുന്ന ഗോൾഡ് ഫോയിലേക്ക് എന്ത് ചെയ്യാണ്, അടിക്കുകയാണ്. ഇതിനെന്ത് ചെയ്യാണ്, ഒരു സ്ക്രീൻ ഉപയോഗിച്ചിട്ട് ഒരു സ്പെറിക്കൽ സ്ക്രീൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ നിന്ന് റേസ് പോവുകയാണ് അല്ലേ. ഈ കുറച്ച് റേസ് എങ്ങോട്ടേക്ക് പോകൂടാ, സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിച്ചല്ലേ. കുറച്ച് പേര് എന്ത് ചെയ്യുന്നുണ്ട്, ഡീവിയേറ്റ് ചെയ്ത് പോകുന്നതായിട്ടും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. കുറച്ച് പേര് തട്ടിയിട്ട് എന്ത് ചെയ്യാണ്, തിരിച്ചു വരുന്നതായിട്ടും കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു. അതായത് ഈ എക്സ്പെരിമെന്റ് ചെയ്ത സമയത്ത് ഇവിടെ ഒരു ഗോൾഡ് ഫോയിൽ വെച്ചിട്ടുണ്ട്, ഗോൾഡ് ഫോയിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. ആ ഗോൾഡ് ഫോയിലേക്ക് എന്ത് ചെയ്യാണ്, ആൽഫ റൈസിനെ കടത്തിവിടുകയാണ്. ചിലത് എന്ത് ചെയ്തു മക്കളെ, ആ ആൽഫ റൈസ് എന്ത് ചെയ്തു,
ഒരു ഡീവിയേഷനും ഇല്ല, അപ്പുറത്തേക്ക് പോയി അല്ലേ. ചിലരെന്ത് ചെയ്തു, ഇവിടെ ഗോൾഡ് ഫോയിൽ വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക, ഇവൻ എന്ത് ചെയ്തു, തടസ്സങ്ങളൊന്നും ഇല്ലാതെ എന്ത് ചെയ്യുന്നു, ഇപ്പുറത്തെ സൈഡിലേക്ക് വരുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിച്ചു. കുറച്ച് പേര്, കൂടുതൽ പേരും എന്ത് ചെയ്തു, അങ്ങോട്ടേക്ക് സ്ട്രെയിറ്റ് ലൈനായിട്ട് പോകുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിച്ചു. ചിലരെന്ത് ചെയ്തു മക്കളെ, ചിലർക്ക് ഡീവിയേഷൻ സംഭവിക്കുന്നതായിട്ടും കാണാൻ വേണ്ടി സാധിച്ചു. ചിലരെന്താണ് തട്ടിയിട്ട് തിരിച്ചു വരുന്നതായിട്ടും കാണാൻ വേണ്ടി സാധിച്ചു. ഓക്കെ അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഇദ്ദേഹം ഈ എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. റൂദർഫോർഡ് ബൊംബാർഡഡ് വെരി തിൻ ഗോൾഡ് ഫോയിൽ വിത്ത് ആൽഫ പാർട്ടിക്കിൾസ്. ആൽഫ പാർട്ടിക്കിൾസിന് എന്താണ്, പോസിറ്റീവ് ചാർജ് ഉള്ള ആൽഫ പാർട്ടിക്കിൾസുമായിട്ട് എന്ത് ചെയ്യാണ്, ബൊംബാർഡ് ചെയ്യാണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്, ആൽഫ കിരണങ്ങളുമായിട്ട് എന്ത് ചെയ്യാണ്, ഈ പറയുന്ന റൂദർഫോർഡ് വളരെ നേർത്ത സ്വർണ്ണ തകിടിൽ ആൽഫ കിരണങ്ങൾ പതിപ്പിച്ച് പരീക്ഷണം നടത്തി. ആൽഫ പാർട്ടിക്കിൾസ് വിച്ച് passes through the gold foil were made to strike on the photographic film arranged around it. ഇതേ എന്ത് ചെയ്യാണ്, സ്വർണ്ണത്തകിടിൽ നിന്ന് പുറത്തു വരുന്ന ആൽഫ കണങ്ങൾ വൃത്താകൃതിയിൽ ക്രമീകരിച്ച ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ എന്ത് ചെയ്യാണ്, പതിപ്പിക്കുകയാണ്. കണ്ടോ, വൃത്താകൃതിയിലുള്ള ഒരു ഫോട്ടോ ഫ്രെയിമിൽ എന്ത് ചെയ്യാണ്, ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ എന്ത് ചെയ്യാണ്, പതിപ്പിക്കുകയാണ്. ഇതിൽ കണ്ട ഒബ്സർവേഷൻ എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞല്ലേ. മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് പാസ്ഡ് ത്രൂ ദി ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി ഡിഫ്ലക്ഷൻ. ഒരു ഡിഫ്ലക്ഷനും സംഭവിക്കാതെ കൂടുതൽ പാർട്ടിക്കിൾസ് എന്ത് ചെയ്തു, അങ്ങോട്ടേക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് പോകുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിച്ചല്ലേ. ഓക്കെ, അടുത്ത് നോക്കാം. സം ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് ആർ ഡിഫ്ലക്റ്റഡ് ബൈ സ്മോൾ ആംഗിൾസ്. ചില ആൽഫ കണങ്ങൾ സ്വർണ്ണത്തകിടിൽ തട്ടിയപ്പോൾ നേർരേഖയിൽ നിന്ന് ചെറിയ കോണളവിൽ വ്യതിചലിക്കുന്നതായിട്ടും കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു. പിന്നെ എ വെരി ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ് അപ്രോക്സിമേറ്റ്ലി 1 in 20,000 ബൗൺസ് ബാക്ക്, ദാറ്റ് ഈസ് ഡിഫ്ലക്റ്റഡ് ബൈ 180 ഡിഗ്രി. അതായത് പോയിട്ട് തട്ടിയിട്ട് അതേ പാത്തി തന്നെ തിരിച്ചു വരുന്നതായിട്ടും കാണാൻ വേണ്ടി സാധിച്ചു. അതെന്ന് പറയുന്നത് എന്താണ്, 20,000-ൽ ഒരു ആൽഫ പാർട്ടിക്കിൾസിന് മാത്രമേ എന്ത് ചെയ്തുള്ളൂ, അങ്ങനത്തെ ഒരു കാര്യം സംഭവിക്കുന്നതായിട്ടും കാണാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ കൂടുതൽ പാർട്ടിക്കിൾസ് ആൽഫ കിരണങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു ഡീവിയേഷനും ഉണ്ടാവാതെ അപ്പുറത്തേക്ക് പോകുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിച്ചു. വളരെ കുറച്ച് ആൽഫ കണങ്ങൾ എന്ത് ചെയ്യാണ്, സ്മോൾ ആംഗിളിൽ ഡിഫ്ലക്ട് ചെയ്യുന്നതായിട്ടും കാണാൻ വേണ്ടി സാധിച്ചു. വളരെ കുറച്ച്, അതായത് 20,000-ൽ ഒരു ആൽഫ പാർട്ടിക്കിൾസ് മാത്രം എന്ത് ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിച്ചു, പോയി തട്ടിയിട്ട് അതേ പാത്തിൽ തന്നെ തിരിച്ചു വരുന്നതായിട്ടും കാണാൻ വേണ്ടി സാധിച്ചു. ഇനി നമുക്ക് ഈ എക്സ്പെരിമെന്റിൽ നിന്ന് കണ്ടെത്തിയ അസംഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, അനുമാനങ്ങൾ അവസാനം കണ്ടെത്തി. നമ്മൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ അവസാനം അനുമാനം പറയുമല്ലോ, എന്താണ് നമ്മൾ ആ എക്സ്പെരിമെന്റിൽ നിന്ന് കണ്ടെത്തിയെന്നുള്ളത്. ഇവിടെ മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് പാസ്ഡ് ത്രൂ ദ ഫോയിൽ അൺഡിഫ്ലക്റ്റഡ്, ഇൻഡിക്കേറ്റിംഗ് ദ മോസ്റ്റ് പാർട്ടിക്കിൾസ് ഓഫ് ദ ആറ്റം ഈസ് എംപ്റ്റി. അതായത് ഒരു ആറ്റം എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, അതായത് ഈ പറയുന്ന അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് കൂടുതൽ പാർട്ടിക്കിൾസ് അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് സ്ട്രെയിറ്റ് ലൈനിൽ പോയെന്നല്ലേടാ പറഞ്ഞേ. അപ്പോ ഈ പറയുന്ന ആറ്റത്തിനുള്ളിൽ കൂടുതൽ സ്പേസും എം ഡി ആണെങ്കിൽ മാത്രമല്ലടാ അതിനൊരു ഡീവിയേഷനും ഇല്ലാതെ അപ്പുറത്തേക്ക് പോവുള്ളൂ. അപ്പൊ എം ഡി ആണെങ്കിൽ മാത്രമേ അതിനൊരു ഡീവിയേഷനും ഇല്ലാതെ അപ്പുറത്തേക്ക് പോവുള്ളൂ. അപ്പൊ most of the alpha particles passed through the foil undeflected, indicating the most part of the atom is empty. കൂടുതൽ സ്ഥലങ്ങളും എന്താണ് ഈ പറയുന്ന ആറ്റത്തിനകത്ത് empty ആണ് എന്ന് അദ്ദേഹം കണ്ടെത്തി. ഓക്കെ അല്ലേ. അടുത്ത് നോക്കിക്കടാ. സം ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് ഗോട്ട് ഡിഫ്ലക്റ്റഡ് ബൈ സ്മോൾ ആംഗിൾ ഡ്യൂ ടു ദ റിപ്പൾഷൻ കാസ്ഡ് ബൈ പോസിറ്റീവ് ചാർജ് ഇൻസൈഡ് ദ ആറ്റം. എടാ ഈ പറയുന്ന ആൽഫ പാർട്ടിക്കിൾസിന് എന്ത് ചാർജ് ആയിരുന്നു, പോസിറ്റീവ് ചാർജ് ആയിരുന്നു അല്ലെ. ആൽഫ പാർട്ടിക്കിൾസിന് പോസിറ്റീവ് ചാർജ് ആയിരുന്നു. അപ്പൊ ഇതിനകത്ത് എവിടെയോ ഒരിടത്ത് എന്താണ് പോസിറ്റീവ് ചാർജ് ഉള്ള ആരോ ഒരാളുണ്ട്. അപ്പൊ ഈ പോസിറ്റീവും വന്ന സമയത്ത് എന്ത് സംഭവിച്ചു, ഡിഫ്ലക്ഷൻ സംഭവിച്ചു. അപ്പൊ ചിലതിന് മാത്രം എന്ത് സംഭവിക്കുന്നു, ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നതായിട്ട്, ചില റൈസിന് ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിച്ചു. അതിൽ നിന്ന് അദ്ദേഹം വന്നെത്തിയ കൺക്ലൂഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സം ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് ഗോട്ട് ഡിഫ്ലക്റ്റഡ് ബൈ എ സ്മോൾ ആംഗിൾ ഡ്യൂ ടു ദ റിപ്പൾഷൻ കാസ്ഡ് ബൈ ദ പോസിറ്റീവ് ചാർജ് ഇൻസൈഡ് ദ ആറ്റം. ആറ്റത്തിനകത്ത് ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള ഒരാള് ഉണ്ട് എന്ന് ആര് കണ്ടെത്തി, ആറ്റത്തിനുള്ളിൽ പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസ് ഉണ്ട് എന്ന് ആര് കണ്ടെത്തിയടാ, ഈ പറയുന്ന എക്സ്പെരിമെന്റിലൂടെ, ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റിലൂടെ കണ്ടെത്തി. ഓക്കെ അല്ലേ. ഓക്കെ അല്ലേടാ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ. The entire positive charge of an atom is concentrated in a very small volume at the center of an atom. അതായത് ആറ്റത്തിന്റെ സെന്റർ ഭാഗത്താണ് ഈ പറയുന്ന എൻഡയർ പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ കൂടുതൽ മാസ്. ഇപ്പോൾ ഇതൊരു ആറ്റം ആണെന്നുണ്ടെങ്കിൽ ഈ ആറ്റത്തിന് മൊത്തം 100 ഉണ്ട് എന്നുണ്ടെങ്കിൽ 100-ൽ 99 മാസും എവിടെയായിരിക്കും ലൊക്കേറ്റ് ചെയ്യുന്നത്, ഈ പറയുന്ന സെന്റർ പോർഷനിലായിരിക്കും
എന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ടേംഡ് ആസ് ന്യൂക്ലിയസ്. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഇതിന് പോസിറ്റീവ് ചാർജും ആണ്. ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നത്. ദ സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് ഈസ് എക്സ്ട്രീംലി സ്മോൾ കമ്പയർഡ് ടു ദി സൈസ് ഓഫ് ദി ആറ്റം. ആറ്റത്തിന്റെ സൈസിനെ അപേക്ഷിച്ച് വളരെ ചെറുതാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ന്യൂക്ലിയസിന്റെ സൈസ് എന്ന് പറയുന്ന ആറ്റത്തിന്റെ വലിപ്പത്തിൽ വളരെ ചെറുതാണ് ഈ പറയുന്ന ന്യൂക്ലിയസിന്റെ സൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞ കാര്യം മറ്റൊന്നുമല്ല, എടാ ആറ്റത്തിനുള്ളിലൂടെ കടന്നു പോവുകയാണ് അല്ലെ, കൂടുതൽ റേസ് എന്ത് ചെയ്യുന്നു? ഫ്രീ ആയിട്ട് അപ്പുറത്തേക്ക് കടന്നു പോകുന്നു. അപ്പൊ കൂടുതൽ സ്പേസും ഇതിനകത്ത് ആറ്റത്തിനുള്ളിലെ കൂടുതൽ സ്പേസും എന്താണ്? എം ടി ആണെന്ന് അദ്ദേഹം കണ്ടെത്തി. അടുത്ത് പറഞ്ഞ എന്താണ്? എവിടെയോ ഒരു പോർഷനിൽ എത്തിയപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിച്ചു. അവിടെ എന്താണ് ഈ പറയുന്ന പോസിറ്റീവ് റേസ് വന്നപ്പോൾ പോസിറ്റീവ് ആയിട്ട് കണ്ടുമുട്ടിയപ്പോഴത്തേക്കാണ് പോസിറ്റീവും തമ്മിൽ കണ്ടുമുട്ടിയപ്പോഴത്തേക്കാണ് ഇവിടെ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടായത് അല്ലേ. അപ്പോൾ ഇവിടെ എവിടെയോ ഒരു പാർട്ടിൽ എന്താണ് പോസിറ്റീവ് ചാർജ് ഉള്ള ആളുണ്ട് എന്ന് പറഞ്ഞ് കണ്ടെത്തി അല്ലേ. അപ്പോൾ ഈ എൻറ്റയർ പോസിറ്റീവ് ചാർജ് ആറ്റത്തിന്റെ എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്? വളരെ ചെറിയ വോളിയത്തിലെ ആറ്റത്തിന്റെ സെൻട്രലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനെ എന്തെന്ന് വിളിച്ചു? ന്യൂക്ലിയസ് എന്നും വിളിച്ചു. ന്യൂക്ലിയസ് എന്നും വിളിച്ചു. ഓക്കെ അല്ലേ. സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് ഈസ് എക്സ്ട്രീംലി സ്മോൾ. ഈ പറയുന്ന ന്യൂക്ലിയസിന്റെ സൈസ് എന്താണ് മക്കളെ? വളരെ ചെറുതാണ്. ന്യൂക്ലിയസിന്റെ സൈസ് എന്ന് പറയുന്നത് എന്താണ്? വളരെ ചെറുതാണ്. ആറ്റത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, ആറ്റത്തിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ പറയുന്ന ന്യൂക്ലിയസിന്റെ സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഇനി നമുക്ക് റൂദർഫോർഡിന്റെ ആറ്റം മോഡൽ ഒന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. അതിനെ പ്ലാനറ്ററി മോഡൽ എന്നാണ്. ജെ തോംസന്റെ ആറ്റം മോഡൽ എന്ന് പറഞ്ഞ് നമ്മൾ പ്ലം പുഡിംഗ് മോഡൽ എന്ന് പറഞ്ഞല്ലേടാ. ഇവിടെ റൂദർഫോർഡിന്റെ ആറ്റം മോഡലിനെ നമ്മൾ പ്ലാനറ്ററി സൗരയൂഥ മാതൃക എന്നാണ് പറയുന്നത് അല്ലേ. അതായത് ഈ പറയുന്ന സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്നു, ആ ഒരു മാതൃകയാണ് ആരുടെ? റൂദർഫോർഡിന്റെ ആറ്റം മോഡൽ എന്ന് പറയുന്നത്. ആറ്റം ഹാസ് എ സെന്റർ കാൾഡ് ന്യൂക്ലിയസ്. ആറ്റത്തിന് ന്യൂക്ലിയസ് എന്നൊരു കേന്ദ്ര ഭാഗമുണ്ട്. ഓക്കെ അല്ലേ. ആറ്റത്തിന് എന്തുണ്ട്? ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു കേന്ദ്ര ഭാഗം ഉണ്ട് എന്ന് പറയും. The size of the nucleus is extremely small when compared to the size of the atom. ആറ്റത്തെ അപേക്ഷിച്ച് നമ്മൾ പറഞ്ഞല്ലേ, ആറ്റത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ചെറുതാണെന്ന് പറയുന്നത് ന്യൂക്ലിയസിന്റെ സൈസ് എന്ന് പറയുന്നത്. The entire positive charged and most of the mass of the atom are concentrated in the nucleus. ആറ്റത്തിന്റെ മുഴുവൻ പോസിറ്റീവ് ചാർജും, ഈ ആറ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആറ്റത്തിന്റെ മുഴുവൻ പോസിറ്റീവ് ചാർജും എവിടെയായിരിക്കും? ഈ പറയുന്ന ന്യൂക്ലിയസിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, ന്യൂക്ലിയസിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അതായത് ഈ ആറ്റത്തിന്റെ സെൻട്രൽ പോർഷൻ എന്ന് പറയുന്ന ന്യൂക്ലിയസ് ആണ്. ആ ന്യൂക്ലിയസിലാണ് ഈ പറയുന്ന പോസിറ്റീവ് ചാർജ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ആര് പറഞ്ഞു? റൂദർഫോർഡ് പറഞ്ഞു. ഇലക്ട്രോൺസ്, അപ്പോൾ ആറ്റത്തിൽ ആരുണ്ട്? ഇലക്ട്രോൺ ഇല്ലേ മക്കളെ. ആ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? ആറ്റത്തിലെ, ഇതിപ്പോ ഒരു ആറ്റം ആണ്, ഈ അദ്ദേഹം പറഞ്ഞ എന്താണ്? ആറ്റം എടുക്കുന്നുണ്ട്, ആറ്റത്തിന്റെ സെൻട്രൽ ആരുണ്ട്? ന്യൂക്ലിയസ് ഉണ്ടെന്ന് പറഞ്ഞു. ന്യൂക്ലിയസ് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണെന്നും പറഞ്ഞു. പിന്നെ എന്ത് പറഞ്ഞു? ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ആറ്റത്തിന് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്? റിവോൾവ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ഈ പാത്തിനെയാണ് അദ്ദേഹം എന്തെന്ന് വിളിച്ചത്? ഓർബിറ്റൽസ് എന്ന് വിളിച്ചു. എന്തെന്ന് വിളിച്ചു? ഓർബിറ്റൽസ് എന്ന് വിളിച്ചു. ഈ സർക്കുലർ പാത്തിൽ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നു. ഈ സർക്കുലർ പാത്തിനെയാണ് എന്തെന്ന് വിളിച്ചത്? സർക്കുലർ പാത്തിനെയാണ് ഓർബിറ്റ്സ് എന്ന് വിളിച്ചത്. ഓക്കെ അല്ലേ. അപ്പോൾ ഇലക്ട്രോൺസ് ആർ റിവോൾവ് വെരി ഫാസ്റ്റ് around the nucleus in a circular path called orbitals. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പറയുന്ന റൂദർഫോർഡിന്റെ ആറ്റം മോഡൽ എന്ന് പറയുന്നത്, പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്നത്. നമ്മൾ 2 ആറ്റം മോഡൽ പഠിച്ചല്ലേടാ, ജെ തോംസൺ അതുപോലെ തന്നെ റൂദർഫോർഡിന്റെ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റവും നമ്മൾ പഠിച്ചു. ഇനി ഒരു ആറ്റം മോഡലും കൂടെയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതിനു മുന്നേ നമുക്ക് ഈ പറയുന്ന റൂദർഫോർഡിന് എന്തെങ്കിലും ആറ്റം മോഡലിന് എന്തെങ്കിലും ലിമിറ്റേഷൻ ഉണ്ടോ എന്ന് നോക്കണം അല്ലേടാ. ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ മാത്രമല്ലേ പുതിയൊരു ആറ്റം മോഡൽ വരേണ്ടതുള്ളൂ അവിടെ. അപ്പോൾ എന്തെങ്കിലും ലിമിറ്റേഷൻ ഉണ്ടോ എന്നും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ പറയുന്ന റൂദർഫോർഡിന്റെ ആറ്റം മോഡലിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, ഇലക്ട്രോമാഗ്നറ്റിക് തിയറി അനുസരിച്ച് നെഗറ്റീവ് ചാർജിൽ ഇലക്ട്രോൺ റിവോൾവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ് അറൌണ്ട് കണ്ടിന്യൂസ് ലൂസ്. അതായത് ഈ പറയുന്ന ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആണ് അല്ലേ. ഈ പറയുന്ന ഇലക്ട്രോൺ എന്ത് ചെയ്യാണ്? നെഗറ്റീവ് ചാർജുള്ള കണം ഇങ്ങനെ ചുറ്റി കറങ്ങി
കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് എനർജി ഒക്കെ ലോസായി എവിടെ വീഴും? ഈ പറയുന്ന സെൻട്രൽ പോർഷനിലോട്ട് വന്ന് വീഴുമെന്ന് പറയുന്നത്. വൈദ്യുതകാന്തിക സിദ്ധാന്ത പ്രകാരം ന്യൂക്ലിയസിന് ചുറ്റും വലം വയ്ക്കുന്ന നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോണുകൾ തുടർച്ചയായി നെഗറ്റീവ് ചാർജ്, ഇപ്പൊ ഇതിന് 200 ആണ് എനർജി എങ്കിൽ ഇതെന്ത് ചെയ്യുന്നുണ്ട്? എനർജി ലൂസ് ചെയ്ത് നഷ്ടപ്പെടുത്തി ന്യൂക്ലിയസിലേക്ക്, ഈ പറയുന്ന സെൻട്രലിൽ ഇരിക്കുന്ന ന്യൂക്ലിയസിലേക്ക് വന്ന് പതിക്കുമെന്ന് പറയുന്നുണ്ട്. അതെന്താണ്? അതൊരു ലിമിറ്റേഷൻ ആണ്. ഓക്കെ അല്ലേ? പിന്നെ മറ്റൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് റൂദർഫോർഡ് ആറ്റം മോഡൽ ഫെയിൽഡ് ടു എക്സ്പ്ലെയിൻ സ്റ്റെബിലിറ്റി ഓഫ് എൻ ആറ്റം. ആറ്റത്തിന്റെ സ്ഥിരത അല്ലെങ്കിൽ സ്റ്റെബിലിറ്റിയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് കഴിഞ്ഞില്ല? റൂദർഫോർഡിന് കഴിഞ്ഞില്ല. അതായത് ഒന്നാമത് ഇദ്ദേഹം പറഞ്ഞ ഒരു മിസ്റ്റേക്ക് എന്തായിരുന്നു? ഈ പറയുന്ന ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടിന്യൂസ് കുറേ നാളിങ്ങനെ റിവോൾവ് ചെയ്ത് അതിന്റെ എനർജി നഷ്ടപ്പെടുത്തി അതെന്ത് ചെയ്യും? ന്യൂക്ലിയസിലേക്ക് വന്ന് പതിക്കുമെന്ന് പറഞ്ഞു. അത് ഒരു ലിമിറ്റേഷൻ ആണ്. പിന്നെ മറ്റൊരു ലിമിറ്റേഷൻ, റൂദർഫോർഡ് ആറ്റം മോഡൽ ഫെയിൽഡ് ടു എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ആൻ ആറ്റം. ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റിയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? അല്ലടാ. ഇനി സാർ ജസ്റ്റ് എന്താണ് ഈ ന്യൂട്രോൺ എന്നും കൂടെ പറയാം. ന്യൂട്രോൺ സാർ ആദ്യം പറഞ്ഞല്ലേ, ന്യൂട്രോൺ കണ്ടുപിടിച്ച വ്യക്തി എന്ന് പറയുന്ന ചാഡ്വിക് ആണല്ലേ. ന്യൂട്രോൺ കണ്ടുപിടിച്ച വ്യക്തി എന്ന് പറയുന്ന ആരാണ്? ചാഡ്വിക് എന്ന് പറയും. ജെയിംസ് ചാഡ്വിക് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ന്യൂട്രോൺ കണ്ടെത്തിയത്. ന്യൂട്രോൺസ് ആർ ഇലക്ട്രിക്കലി ന്യൂട്രൽ. സാർ ആദ്യം പറഞ്ഞ കാര്യമാണ്. ന്യൂട്രോൺ എന്ന് പറയുന്നത് എന്താണ്? ചാർജ്ലെസ് ആണ്. ഇലക്ട്രിക്കലി എന്താണ്? ന്യൂട്രൽ പാർട്ടിക്കിൾസ് ആണ്. ന്യൂക്ലിയസിനുള്ളിലാണ് ഈ പറയുന്ന ആര് കാണപ്പെടുന്നത്? ന്യൂക്ലിയസിനുള്ളിലാണ് ഈ പറയുന്ന ന്യൂട്രൽ പാർട്ടിക്കിൾസിലായിട്ടുള്ള ന്യൂട്രോൺസ് കാണപ്പെടുന്നത്. അതിന്റെ ദേ ഹാവ് മാസ്, ന്യൂക്ലിയസ് ആൻഡ് ദേ ഹാവ് മാസ്. ഇതിന് മാസ് ഉണ്ട്, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദ ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് ഏകദേശം തുല്യമാണ് എന്നാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് സാറ് പറയാം. എടാ, നമ്മൾ ഇതാ ഒരു ആറ്റം ആണെന്ന് വിചാരിക്കുക. ഈ ആറ്റത്തിനുള്ളിൽ ആരുണ്ട് മക്കളെ? ന്യൂക്ലിയസ് ഉണ്ട്. ഈ ആറ്റത്തിനുള്ളിൽ ആരുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിനുള്ളിൽ ആരുണ്ട്? പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ആരുണ്ട്? പ്രോട്ടോൺസും ഉണ്ട്. ചാർജ് ലെസ് ആയിട്ടുള്ള ആരും ഉണ്ട്. ന്യൂട്രോണും കാണപ്പെടുന്നു. ഇതിന് ചുറ്റും ആര് റിവോൾവ് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോൺസ്. ന്യൂക്ലിയസിന് ചുറ്റും ആര്? ഈ പറയുന്ന ഇലക്ട്രോൺസ് ഒരു സർക്കുലർ പാത്തില് റൊട്ടേറ്റ് ചെയ്യുന്നു. അതിനെയാണ് എന്ത്? ഓർബിറ്റൽസ് എന്നും വിളിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് ആര് പറഞ്ഞതടാ? ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ റൂദർഫോർഡ് പറഞ്ഞിട്ട് പോയ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞില്ലേ? സെറ്റ് ആയി കഴിഞ്ഞില്ലേടാ മക്കളെ? ഓക്കെ. അപ്പോൾ ലിമിറ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലേ? റൂദർഫോർഡിന്റെ ആറ്റം മോഡലിന് ലിമിറ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലേ? അപ്പോൾ ആ ലിമിറ്റേഷൻ, അപ്പോൾ സാർ ഒന്ന് ജസ്റ്റ് പറയാം. ഇലക്ട്രോണിന് എന്ത് ചാർജാണ്? നെഗറ്റീവ് ചാർജ് ആണ്. പ്രോട്ടോണിന് എന്ത് ചാർജാണ്? പ്രോട്ടോൺ പോസിറ്റീവ്. പി എന്ന് നമുക്ക് അവിടെ നിന്ന് കിട്ടുമല്ലേ? പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്. പിന്നെ നമ്മൾ ആരെയാ പറഞ്ഞടാ? ന്യൂട്രോൺ എന്താണ്? ചാർജ് ഇല്ല. ന്യൂട്രോൺ എവിടെയാണ് കാണപ്പെടുന്നത്? ന്യൂക്ലിയസിനുള്ളിലാണ് ഈ പറയുന്ന ന്യൂട്രോണും പ്രോട്ടോണും കാണപ്പെടുന്നത്. ഇലക്ട്രോൺ ഈ പറയുന്ന ന്യൂക്ലിയസിന് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്? റിവോൾവ് ചെയ്യുന്നുണ്ട് എന്നും പറഞ്ഞു. അപ്പോൾ ലിമിറ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ആ ലിമിറ്റേഷൻ ഒക്കെ മറികടന്നുകൊണ്ട് ആര്? നീൽസ് ബോർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ എന്ത് ചെയ്തു? ഒരു ആറ്റം മോഡൽ അവതരിപ്പിച്ചു. ആരാണ്? നീൽസ് ബോർ. ഇതായിരിക്കുന്ന ആളാണ് നീൽസ് ബോർ എന്ന് പറയുന്നത്. ഇദ്ദേഹം എന്ത് ചെയ്യാണ്? ഒരു ആറ്റം മോഡൽ അവതരിപ്പിക്കുകയാണ്. നീൽസ് ബോർ പ്രൊപ്പോസ്ഡ് ആൻ അറ്റോമിക് മോഡൽ വിച്ച് ഓവർകം ദ ലിമിറ്റേഷൻ ഓഫ് റൂദർഫോർഡ് ആറ്റം മോഡൽ. റൂദർഫോർഡിന്റെ പരിമിതികളെ മറികടന്നാണ് ബോർ ഒരു ആറ്റം മാതൃക അവതരിപ്പിച്ചത്. നമുക്ക് നോക്കാം. ഇലക്ട്രോൺസ് റിവോൾവിംഗ് അറൗണ്ട് ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം ഇൻ ഫിക്സഡ് ഓർബിറ്റ്സ് ഓർ ഷെൽ. ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിൽ അഥവാ ഷെല്ലുകളിലാണ് എന്ന് ആര് പറഞ്ഞു? ഈ പറയുന്ന നമ്മുടെ ബോർ പറയുകയുണ്ടായി. നമ്മൾ ഈ റൂദർഫോർഡും പറഞ്ഞ കാര്യം അത് തന്നെയാണ്. എന്താണ്? ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നു, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നു. അത് തന്നെയാണ് ബോറും പറഞ്ഞു. ഇലക്ട്രോൺസ് ഇൻ വിച്ച് ഓർബിറ്റ് ഹാവ് എ ഡെഫിനിറ്റ് എനർജി, സോ ഓർബിറ്റ്സ് ആർ നോൺ ആസ് എനർജി ലെവൽ. എടാ, ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ഓർബിറ്റുകളെ എന്തെന്ന് വിളിച്ചു? എനർജി ലെവൽസ് എന്നും കൂടെ വിളിച്ചു. അതായത് മറ്റൊന്നുമല്ല. എടാ, സാർ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോ ഇത് എന്താണ്? ഒരു ആറ്റം ന്യൂക്ലിയസ് ആണെന്ന് വിചാരിക്കുക. ആ ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിനകത്ത് ആരൊക്കെയുണ്ട്? ന്യൂക്ലിയസിനകത്ത് ആരൊക്കെയുണ്ട്? പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. അതിന് ചുറ്റും ആര്? ഒരു ഡെഫിനിറ്റ് പാത്ത് ഉണ്ടെന്ന് പറഞ്ഞു. ആ പാത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നതെന്നും പറഞ്ഞു. ഓക്കെ അല്ലേ? എക്സാമ്പിൾ ആയിട്ടാണ് സാർ വന്നത്. അപ്പോൾ ഈ പാത്തിൽ എന്തായിരിക്കും?
ഇപ്പൊ ഈ പാത്തിന് 200 എനർജി എന്ന് വിചാരിക്കുക, 200 ആണ് ഈ പാത്തിന്റെ എനർജി എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ കൂടെ റൊട്ടേറ്റ് ചെയ്യുന്ന എല്ലാ ഇലക്ട്രോൺസും എന്തായിരിക്കും 200 എന്ന് പറയുന്ന എനർജിയിലായിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇത് 300 ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ റിവോൾവ് ചെയ്യുന്ന എന്തായിരിക്കും 300 ആയി. അപ്പോൾ ഈ പറയുന്ന ഓരോ ഓർബിറ്റുകൾക്കും എന്തുണ്ടടാ, അതായത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എനർജി ലെവൽ ഉണ്ട്, ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു എനർജി ലെവൽ ഉണ്ട് എന്നാണ് ഇദ്ദേഹം കണ്ടെത്തിയത്. നമ്മളെ റൂദർഫോർഡ് പറഞ്ഞ എന്താണ്, ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്ത് എനർജി ലോസ് ചെയ്ത് ലാസ്റ്റ് ഒന്ന് ന്യൂക്ലിയസിൽ പതിക്കും എന്ന് പറഞ്ഞല്ലേ. ഇവിടെ ഇദ്ദേഹം പറഞ്ഞ എന്താണ്, ഫിക്സഡ് ആയിട്ടുള്ള എന്തുണ്ടടാ, എനർജി ലെവൽസ് ഉണ്ട്. ഇദ്ദേഹം ഇതിനെ ഓർബിറ്റൽസിനെ അല്ലെങ്കിൽ ഷെല്ലിനെ ഇദ്ദേഹം എന്തെന്നും വിളിച്ചു, എനർജി ലെവലുകൾ എന്നും വിളിച്ചു. ഓരോ ഓർബിറ്റലിന്റെയും ഇലക്ട്രോണിന് ഒരു നിശ്ചിത ഊർജമുണ്ട്, അതിനാൽ ഓർബിറ്റുകളെ ഊർജനില എന്നും പറയുന്നു എന്ന് ഇദ്ദേഹം പറഞ്ഞു. അടുത്ത് നോക്കാം നമുക്ക്. As long as electron revolved in particular orbit, സാറ് പറഞ്ഞില്ലടാ ഈ പർട്ടിക്കുലർ ഓർബിറ്റിലാണ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ എനർജി ഡസ് നോട്ട് ചേഞ്ച്, എനർജിക്ക് എന്ത് ചെയ്യുന്നില്ല, ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. നമ്മൾ റൂദർഫോർഡ് പറഞ്ഞു എന്ത് ചെയ്യുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് റിവോൾവ് ചെയ്യുമ്പോൾ എനർജി ലോസ് ചെയ്ത് ന്യൂക്ലിയസിലേക്ക് പോകും. പക്ഷേ ഈ ഓർബിറ്റിലാണ് ഇത് റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നില്ല, ഈ എനർജിയിൽ ഒരു ചേഞ്ചും തന്നെ ഉണ്ടാവുന്നില്ല. സെയിം എപ്പോഴും ഒരേ എനർജിയിൽ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, റിവോൾവ് ചെയ്യുന്നത്. സോ ദ ഓർബിറ്റ്സ് ആർ നോൺ എസ് സ്റ്റേഷനറി എനർജി ലെവൽ. അതുകൊണ്ട് തന്നെ ഇവരെ എന്തെന്ന് വിളിക്കുന്നുടാ, സ്റ്റേഷനറി എനർജി. അതിനാൽ ഈ ഓർബിറ്റുകളെ സ്ഥിര ഊർജ്ജ നിലകൾ എന്നും അറിയപ്പെടുന്നു. ഇതിന് എന്താണ്, ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു എനർജി ലെവൽ. അതിൽ ഡെഫിനിറ്റ് ആയിട്ടുള്ള ഇതിന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഓർബിറ്റലിന് ഡെഫിനിറ്റ് ആയിട്ടുള്ള എനർജി ഉണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി സാർ ഇവിടെ ഒരു കാര്യം പറയാം. ദ എനർജി ഓഫ് ഓർബിറ്റ് ഇൻക്രീസസ് ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദി ന്യൂക്ലിയസ് ഇൻക്രീസസ്. ഇവിടെ നോക്കിയടാ, ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്ന സമയത്ത് ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുകയാണ്. കണ്ടോ, ഓരോ ഷെല്ലിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണ്, കൂടിക്കൂടി വരികയാണ് അല്ലെ. ആ കൂടിക്കൂടി വരുന്ന സമയത്ത് എനർജിക്ക് എന്ത് സംഭവിക്കുന്നു, കൂടിക്കൂടിയാണ്. എനർജി എന്ത് ചെയ്യുന്നു, കൂടിക്കൂടി വരുന്നു. എടാ ഇവിടെ നോക്കിയേ, ഫസ്റ്റത്തേന് 200 ആയിരുന്നല്ലേ, അടുത്തതിന് ഒരു എക്സാമ്പിൾ ആണ് സാർ പറയുന്നത് 300 ആയി, അടുത്തെന്തായാലും 400, 400, അതിലേക്ക് കൂടുതൽ എനർജിയിലോട്ട്. അതായത് ഈ പറയുന്ന ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്തോറും എന്ത് സംഭവിക്കുകയാണ് മക്കളെ, എനർജി എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യുകയാണ്. സെറ്റല്ലേ മക്കളെ. അപ്പോ ഈ പറയുന്ന ദ എനർജി ഓഫ് ദ ഓർബിറ്റ് ഇൻക്രീസസ് as the distance from the nucleus increases. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഓർബിറ്റുകളുടെ ഊർജം എന്ത് ചെയ്യാണ്, കൂടുകയാണ്. ഓക്കെ അല്ലേ. എനർജി ഈസ് എമിറ്റഡ് വെൻ ദ ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ഫ്രം ഓർബിറ്റ് ഓഫ് ഹയർ എനർജി ടു ഓർബിറ്റ്സ് ഓഫ് ലോവർ എനർജി. ഊർജം കൂടിയ, എടാ ഇവിടെ നോക്കിയേ, ഊർജം കൂടിയ, ഇത് 300 ഊർജം കൂടിയതാണ് അല്ലെ. ഊർജം കൂടിയ ഓർബിറ്റിൽ നിന്നും ഊർജം കുറഞ്ഞ ഓർബിറ്റിലേക്ക്, എടാ ഇങ്ങോട്ടേക്ക്, അതായത് 300 നിന്ന് 200ലേക്ക്. ഓക്കെ, കണ്ടില്ലേ. അപ്പൊ ഊർജം കൂടിയ ഓർബിറ്റിൽ നിന്നും കുറഞ്ഞ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ, ഇലക്ട്രോൺ എന്ത് ചെയ്യാണ്, കൂടിയ ഓർബിറ്റിൽ നിന്ന് എന്ത് ചെയ്യാണ് മക്കളെ, കുറഞ്ഞ ഓർബിറ്റിലേക്ക് മാറുമ്പോൾ ഊർജം എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് വിടുന്നു. ഊർജം എന്ത് ചെയ്യുന്നു, എടാ ഈ പറയുന്ന ഊർജം കൂടിയത്, സാർ ഇങ്ങോട്ടേക്ക് വരയ്ക്കാം. ഇവിടെ നോക്കിക്കോ, ഇത് 200 ആണെന്ന് വിചാരിക്കുക, ഇവന്റെ എനർജി എന്താണ്, 300 ആണെന്നും വിചാരിക്കാം. ഓക്കെ അല്ലേ. അപ്പോ ഇവിടെ എനർജി കൂടിയെടുത്ത് നിന്ന് കുറഞ്ഞടുത്തേക്ക് ഈ പറയുന്ന ഇലക്ട്രോൺ വന്ന് വീഴുന്ന സമയത്ത്, ഇലക്ട്രോൺ കൂടിയ എനർജി ലെവലിൽ നിന്ന് കുറഞ്ഞ എനർജി ലെവലിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, എനർജി എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ, റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ. എനർജി എന്ത് ചെയ്യാണ്, ഊർജം എന്ത് ചെയ്യാണ്, പുറത്തേക്ക് വിടുകയാണ്. എടാ 300ൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാള് ഏത് ലെവലിലേക്കാ വരുന്നേ, 200ലേക്കാണ് വരുന്നത് അല്ലെ. 200ലേക്ക് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കണം മക്കളെ, എനർജി എന്ത് ചെയ്യണം, റിലീസ് ചെയ്തിരിക്കണം. ഓക്കെ അല്ലേ. എനർജി കുറയണ്ടേ, 300ൽ നിന്ന് 200ലേക്ക് വരുമ്പോൾ 100 എനർജി എന്ത് ചെയ്യണം, ലൂസ് ചെയ്തിരിക്കണം. അങ്ങനെ ഒന്ന് ജസ്റ്റ് ഓർമ്മിച്ചാൽ മതി. അപ്പോ കൂടിയെടുത്ത് നിന്ന് കുറഞ്ഞിടത്തേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, എനർജി എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. ഓക്കെ അല്ലേ. ഓക്കെ അല്ലേടാ, ഫസ്റ്റത്തെ പോയിന്റ് ഓക്കെ അല്ലേ. എനർജി ഇസ് അബ്സോർബ്ഡ് വെൻ ദ ഇലക്ട്രോൺ ഷിഫ്റ്റ് ഫ്രം ഓർബിറ്റ്സ് ഓഫ് ലോവർ എനർജി, അതായത് കുറഞ്ഞ എനർജി ലെവലിൽ നിന്ന്, എടാ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരെയാണ്, ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് വരെയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ 200 ആയിരുന്നല്ലേ, ഇവിടെ 300 വേണം അല്ലേ എനർജി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം മക്കളെ, എനർജി എന്ത് ചെയ്യണം, അബ്സോർവ് ചെയ്യുന്നുണ്ട്. ഇവിടെ എനർജി എന്ത് ചെയ്യുന്നുണ്ട്, അബ്സോർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ. എനർജി അബ്സോർവ് ചെയ്യുന്നുണ്ട്. എനർജി എന്തായിരിക്കും, സ്വീകരിച്ചിട്ട് എങ്ങോട്ടേക്ക് പോകും, ഈ പറയുന്ന കൂടിയ എനർജി ലെവലിലേക്ക് പോകും. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ, ഇത്രയും കാര്യങ്ങൾ സെറ്റല്ലേ മക്കളെ. ഓക്കെ. ഇവിടെ പറഞ്ഞ കാര്യം എന്തായിരുന്നു, എനർജി കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, എനർജി എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. എനർജി എന്ത് ചെയ്യും, കളയും, പുറത്തേക്ക് കളയും.
ഓക്കെ, കുറഞ്ഞെടുത്ത് നിന്ന് കൂടിയതിലേക്കാണ് വരുന്ന സമയത്ത് എനർജി എന്ത് ചെയ്യും മക്കളെ? അബ്സോർവ് ചെയ്യുന്നതായിട്ടും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേടാ? ഓക്കെ. അപ്പോ ഇനി അടുത്തൊരു കാര്യം കൂടെ മാത്രമേ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. എന്താണ്? ഓർബിറ്റ്സ് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ ഗിവിംഗ് നമ്പേഴ്സ്. ഓർബിറ്റുകളെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു? നമ്പേഴ്സ്. ഓരോ ഓർബിറ്റലിനും എന്താണ്? ഓരോ നമ്പേഴ്സ് കൊടുക്കുന്നു. ഓർബിറ്റ് 1, ഓർബിറ്റ് 2, ഓർബിറ്റ് 3 എന്നിങ്ങനെ സംഖ്യകൾ നൽകി സൂചിപ്പിക്കാവുന്നതാണ് എന്നാണ് പറഞ്ഞത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യണം? അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതായത് ഓരോ ഓർബിറ്റലിനെയും ഓരോ പേര് വിളിക്കും. കെ എന്നും എൽ എന്നും എം എന്നും വിളിക്കും. ഓരോ ഓർബിറ്റലിനെ എന്താണ്? കെ ഷെല്ല്, എൽ ഷെൽ, എം ഷെൽ, എൻ ഷെൽ എന്നൊക്കെ വിളിക്കും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അത് എന്ത് ചെയ്യാം? അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് പഠിക്കാം. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേടാ? ഇത്രയും കാര്യങ്ങൾ സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ. അടുത്ത് നമ്മൾ സാർ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ആരൊക്കെ എന്തൊക്കെ കണ്ടുപിടിച്ചു എന്നുള്ളൊരു ചെറിയൊരു ടേബിൾ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ നോക്കിയാടാ, ഈ ടേബിൾ ഒന്ന് ജസ്റ്റ് നോക്കിയേ. നെയിം ഓഫ് ദ പാർട്ടിക്കിൾ പ്രോട്ടോൺ എവിടെയാണ് കാണപ്പെടുന്നത്? ആറ്റത്തിൽ പ്രോട്ടോൺ കാണപ്പെടുന്നത് എവിടെയായിരിക്കും മക്കളെ? സാറ് പറഞ്ഞല്ലേ, പ്രോട്ടോൺ എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ന്യൂക്ലിയസിനുള്ളിലായിരിക്കും പ്രോട്ടോൺ കാണപ്പെടുന്നത്. ഓക്കെ അല്ലേ? പ്രോട്ടോണിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ് പ്രോട്ടോണിന്റെ ചാർജ് എന്ന് പറയുന്നത്. പ്രോട്ടോണിന്റെ മാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. മാസ് ഇൻ പ്രാക്ടിക്കൽ യൂസ്. ഓക്കെ, 1 യൂണിറ്റ് ആണ്. ഓക്കെ, ഡിസ്കവേർഡ് ബൈ ആരാ കണ്ടെത്തിയത്? ഈ പറയുന്ന പ്രോട്ടോണിനെ കണ്ടെത്തിയത് ആരാണ്? റൂദർഫോർഡ് ആണ്. ഓക്കെ അല്ലേ? പ്രോട്ടോണിനെ കണ്ടെത്തിയ വ്യക്തി ആരാണ്? റൂദർഫോർഡ് ആണ്. ഇലക്ട്രോൺ നോക്കിയ മക്കളെ, ഇലക്ട്രോൺ എവിടെയായിരിക്കും കാണപ്പെടുന്നത്? ഈ പറയുന്ന ആറ്റത്തിൽ ന്യൂക്ലിയസിന് പുറമേയുള്ള ഓർബിറ്റിലായിരിക്കും എന്ത് കാണപ്പെടുന്നത്? ഈ പറയുന്ന ഇലക്ട്രോൺ കാണപ്പെടുന്നത്. നെഗറ്റീവ് ചാർജ് ആണ്. കണ്ടെത്തിയ വ്യക്തി ആരാണ്? ജെ തോംസൺ ആണ്. മാസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ന്യൂട്രോൺ നോക്കിയാൽ ന്യൂട്രോൺ എവിടെ കാണപ്പെടും? ന്യൂക്ലിയസിനകത്താണ്. നമ്മൾ പറഞ്ഞല്ലേ, പ്രോട്ടോണും ന്യൂട്രോണും എവിടെ കാണപ്പെടും? ന്യൂക്ലിയസിനുള്ളിലായിരിക്കും കാണപ്പെടുന്നത്. ഈ പറയുന്ന ന്യൂട്രോണിന് എന്താണ്? ചാർജ്ലെസ് ആണ്. കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ്. സാർ ആദ്യം പറഞ്ഞു എന്ത് പഠിക്കുക? PEN-RTC, PEN-RTC എന്ന് പഠിക്കുക. അപ്പൊ PEN-RTC, P പ്രോട്ടോൺ, റൂദർഫോർഡ്, ഇലക്ട്രോൺ ജെ തോംസൺ, ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക്. ഓക്കെ അല്ലേ? ഇത് എവിടെയൊക്കെ കാണുന്നു എന്നും പ്രോപ്പറായിട്ട് പഠിക്കുക. അവൻ എന്ത് ചാർജ് ആണ് ഉള്ളതെന്നും എന്ത് ചെയ്യുക? പ്രോപ്പറായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നമുക്കൊരു ചെറിയ കാര്യം കൂടെ പഠിക്കാടാ. അറ്റോമിക് മാസ് യൂണിറ്റ് എന്താണെന്നും കൂടെ പഠിക്കാം. എന്താണ് ഈ അറ്റോമിക് മാസ് യൂണിറ്റ്? ദ മാസ് ഓഫ് ആൻ ആറ്റം. എടാ ഇവിടെ കണ്ടല്ലേ, നമുക്ക് മാസ് തന്നിരുന്ന സമയത്ത് കണ്ട സൈഡിൽ ഒരു യു വന്നിരുന്നല്ലേ? മാസ് ഇൻ പ്രാക്ടിക്കൽ 1 യൂണിറ്റ് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഇവിടെ നോക്കണം അറ്റോമിക് മാസ് യൂണിറ്റ് എന്താണെന്ന് നോക്കാം. മാസ് ഓഫ് എ ആറ്റം ഈ സ്റ്റേറ്റഡ് ഇൻ അറ്റോമിക് മാസ് യൂണിറ്റ്. ഇതിനെയാണ് യു എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിന് അറ്റോമിക് മാസ് യൂണിറ്റ് എന്നാണ് പറയുന്നത്. ദ മാസ് ഓഫ് ദ ഇലക്ട്രോൺ ഈസ് 1/1837 പാർട്ട് ഓഫ് ദി, അതായത് 1837 1837 പാർട്ട് ഓഫ് ദി മാസ് ഓഫ് പ്രോട്ടോൺ. ആറ്റങ്ങളുടെ മാസ് പ്രസ്താവിക്കുന്ന യൂണിറ്റ് ആണ് യൂണിഫൈഡ് അറ്റോമിക് മാസ്. ആറ്റത്തിന്റെ മാസിനെ പറയുന്നതാണ് എന്ത്? യൂണിഫൈഡ് അറ്റോമിക് മാസ് എന്നാണ് പറയുന്നത്. പ്രോട്ടോണിന്റെ മാസിന്റെ, അതായത് പ്രോട്ടോണിന്റെ മാസിന്റെ 1/1837 ഭാഗമാണ്, 1837 ഒരു ഭാഗമാണ് എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? പ്രോട്ടോണിന്റെ മാസിന്റെ 1/1837 ഭാഗമാണ് എന്ത്? ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ മക്കളെ? ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. സെറ്റാണ് മക്കളെ? സെറ്റ് അല്ലേ? ഓക്കെ, നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് പഠിച്ചത് എന്തായിരുന്നു മക്കളെ? ഫസ്റ്റ് നമ്മൾ പഠിച്ചത് മോളിക്യൂൾ എന്താണ്, പിന്നെ നമ്മൾ ആറ്റം എന്താണ്. മോളിക്യൂൾ എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള, അതായത് ഒരു സബ്സ്റ്റൻസ് എടുക്കുമ്പോൾ ആ സബ്സ്റ്റൻസിലെ പദാർത്ഥം എടുക്കുമ്പോൾ ആ പദാർത്ഥത്തിന്റെ എല്ലാ സ്വഭാവങ്ങളും കാണിക്കുന്ന ഏറ്റവും ചെറിയ പദാർത്ഥത്തെയാണ് നമ്മൾ എന്ത്? മോളിക്യൂൾസ് എന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞടാ? ആറ്റം എന്താണെന്ന് പറഞ്ഞു. ആറ്റത്തിൽ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്, ആറ്റത്തിനുള്ളിലെ പാർട്ടിക്കിൾസ് ആരൊക്കെയായിരുന്നു? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ അല്ലെ? ഇവരെ 3 പേരെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഇലക്ട്രോൺ കണ്ടുപിടിച്ച എക്സ്പെരിമെന്റ് അല്ലെ? കോൾഡ് ഫോയിൽ നമ്മുടെ ഈ പറയുന്ന എക്സ്പെരിമെന്റ് പറഞ്ഞടാ. പിന്നെ നമ്മൾ എന്താണ്? ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ പറഞ്ഞു, ഡിസ്കവറി ഓഫ് പ്രോട്ടോൺ പറഞ്ഞു. അതിനുശേഷം നമ്മൾ എന്താ പറഞ്ഞേ? അതിനുശേഷം നമ്മൾ ആറ്റം മോഡൽസ്, 3 ആറ്റം മോഡൽസ് പറഞ്ഞു. അവിടെ പറഞ്ഞ ആറ്റം മോഡൽസ് ഏതൊക്കെയായിരുന്നു? ഒന്നാമത്തെ ആറ്റം മോഡൽ എന്ന് പറയുന്നത് ജെ തോംസന്റെ പ്ലം പുട്ടിംഗ് ആറ്റം മോഡൽ. രണ്ടാമത് പറഞ്ഞത് റൂദർഫോർഡിന്റെ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. ഏറ്റവും അവസാനം നീൽസ് ബോറിന്റെ ആറ്റം മോഡൽ നമ്മൾ പഠിച്ചു. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ പാർട്ട്, ഈ ഒരു പാർട്ടിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞില്ല, ആദ്യം നമ്മൾ എഴുതിയ സമയത്ത് കണ്ടല്ലേ, ഇനി കുറച്ച് കാര്യങ്ങളോട് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതെന്ത് ചെയ്യണം? നമുക്ക് അടുത്ത പാർട്ടായിട്ട് പഠിക്കാം. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ബൈ.